എടാ ഇപ്പം എൻ്റെ നോക്കുവാണെങ്കിൽ 100 കോയിനും 3,55,415 രൂപയുണ്ട്. എടാ ഇന്നത്തെ മിഷൻസ് നോക്കാം. ട്രഷർ ഹണ്ട്, റേസർ, ട്രേഡ്. 3 നടക്കാത്ത കാര്യങ്ങളാണ്. നടക്കില്ലെന്ന് ഉറപ്പുള്ള 3 കാര്യങ്ങളാണിത്. എടാ പിന്നെ ഒരു സംഭവം ഞാൻ ചെയ്തേ. എടാ ഇന്നലെ എനിക്ക് മറ്റേ സബ്സ്ക്രൈബർ വണ്ടി പണിഞ്ഞൊന്നുമില്ലായിരുന്നാ, ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ വേൾഡ് സെയിലിനിട്ട് കേട്ടാ, വേൾഡ് സെയിലിനിട്ട് വിറ്റ് പോയില്ലെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. ഇതാണ് കണ്ട ഈ വണ്ടി ഞാൻ വേൾഡ് സെയിലിനിട്ടാണ് മുത്തേ. വിറ്റ് പോയാൽ വമ്പൻ കാര്യം. ഐ ഡോണ്ട് നോ, ചാൻസസ് കുറവാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ഇതൊക്കെ നോക്കുമല്ലേ, അറിഞ്ഞുകൂട്രാ. എന്തായാലും നോക്കാം. ഇപ്പോൾ നോക്കണേ, യുവർ കാർ ഈസ് സെല്ലിങ് നൗ. മനസ്സിലായോ? ആരും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. മേ ബി ആരെങ്കിലും വാങ്ങും, ഐ ഡോണ്ട് നോ. നോക്കാം. ലെറ്റ്സ് ഗോ ബ്രോ. വണ്ടി മാറ്റിട്ട് ഇതെടുക്കണോടാ. ഇത് കൊള്ളാടാ, ഇത് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടാ. ഇത് എങ്ങനെയൊക്കെ മരിച്ചേ. ഇതിൻ്റെ അത് ഒരുപാട് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണമാരുണ്ട്, കാര്യം പറയാനില്ല. ഇതെടുത്ത് നമുക്ക് എങ്ങോട്ട് പോവാം. എടാ ഇന്നവിടെ പോടാ. ഈ സാധനം മാറ്റി കേട്ട് സിംഗിൾ പ്ലെയറിൽ മൾട്ടിപ്ലെയർ പോകണ്ട. മൾട്ടിപ്ലെയർ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം. സബ്സ്ക്രൈബേഴ്സ് അപ്പോഴത്തേക്കേ വരൂ. സിറ്റിന്ന് എടാ മഞ്ഞുള്ളടത്ത് പോയാലാ? മഞ്ഞുള്ളടത്ത് പോവാം. അത് തന്നെ, മഞ്ഞുള്ളടത്ത് പോവാം. സിറ്റി കയറട്ടെ. സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കഴിയുമ്പോൾ വന്നോളൂ. അപ്പോഴത്തേക്ക് നമുക്ക് മൾട്ടിപ്ലെയർ ഇട്ട് കയറാം. ഇപ്പോൾ എന്തായാലും സിംഗിൾ പ്ലെയർ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എവിടെ ഇട്ടേക്കണ സിറ്റി? എടാ ഇതെന്ത് ലൊട്ടാ? ഇതാ വേൾഡ് എൻഡ് ഹിയറാ. ലൊട്ടത്തരങ്ങൾ ഇതെന്തോന്ന്. എടാ നിൽക്കേ. എടാ ഞാൻ സിറ്റി 2 ഇവിടെ തന്നെ വന്നല്ലേ. ഓക്കെ, ഞാൻ സിറ്റി 2 ഇപ്പോൾ നിൽക്കണം. കണ്ടല്ല സ്പോട്ട്, നിങ്ങൾ കണ്ടല്ല. നീ കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്നൊട്ടൊന്നും പറയല്ലേ. കണ്ട ആദ്യമായിട്ട് സിറ്റി 2 ഇത് നമ്മൾ മഞ്ഞിലോട്ട് പോകാൻ പോവാണ്. ഓക്കെ, CPM 1 അരുൺ നായർ ഹായ്. എടാ ഹായടാ, ഹായ് ഹലോ ഹായടാ അരുണേ. എടാ കുറച്ചുകൂടെയൊക്കെ പേരൊരു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കല്ലേ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ പേരും വരും. അപ്പോഴത്തേക്കും നമുക്ക് റൂമിട്ടാവില്ല. അപ്പോഴത്തേക്ക് റൂമിട്ട് സെറ്റാക്കാം. പോകല്ലേ എന്നാണ്. എടാ ഞാൻ മഞ്ഞ് കാണാൻ പോട്ടാ. മഞ്ഞ് ഇവിടെ ഉണ്ട്. വഴി തെറ്റിപ്പോയില്ല. റൂട്ട് വയ്ക്കാം. ഇല്ലേ ലൊട്ട അടിക്കും. എവിടെ ഒരു സാധനം ഉണ്ടല്ലോ. എടാ വീട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. വീട് വാങ്ങിക്കുന്നുണ്ട് 5 ലക്ഷമാണ്. ഇപ്പം എന്നെ 3,57,000 രൂപയുള്ളൂ. ഇനി 1,05,000 രൂപ ഉണ്ടെങ്കിൽ വീട് വാങ്ങാം. ഞാൻ ഇപ്പം ബിസിനസ് കട ഇവിടെ വാങ്ങണോ ഞാൻ അത് പൈസ വേണം. ഞാൻ നോക്കട്ടെ. ട്രേഡിന് നോക്കുമെങ്കിൽ ഇറങ്ങാം. ട്രേഡിന് നോക്കടാ ബ്രോ. പറഞ്ഞു അരുണേ. കേൾക്കാല്ലേ? സൗണ്ടൊന്നും വേറെ സീനൊന്നും ഇല്ലല്ലോ. വല്ലതുകൊണ്ടേ പറഞ്ഞേക്കണേ. എടാ ഇൻറ്റീരിയർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാടാ. ഇൻറ്റീരിയർ ലൊട്ട നോക്കട്ടെ. ഒരു സെക്കൻഡേ. അയ്യോ ഇൻറ്റീരിയർ ഡൗൺലോഡ് ചെയ്തിട്ടില്ലടാ. കാര്യം പറയില്ല. നമ്മൾ ആവശ്യത്തിന് സത്യം പറഞ്ഞാൽ നോക്കുമ്പോൾ ലൊട്ട കാണൂല. എന്ത് ലൊട്ടയെന്നാണ് മുത്തേ ഉള്ള പറയാല്ലേ. ഇതെല്ലാം കേട്ടോ. ഇടിക്കൽ ലൊട്ടയടാ. കാര്യം പറഞ്ഞ മുത്തേ ലൊട്ട നടക്കണ്ടാ. അവിടെ ഇവിടെ ഒരു ബിസിനസ് ഉണ്ട്. വേണ്ട ഇവിടെ അത് 5 ലക്ഷം രൂപ കൊടുത്താൽ അത് വാങ്ങിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ പൈസ ഇല്ല. ഇന്നലത്തെ കാർ എങ്ങനെ ഉണ്ടായിരുന്നു? ഡബ്ല്യു എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നീ അങ്ങനെ പണിഞ്ഞുകൊണ്ടിരുന്നു വിചാരിച്ചില്ലടാ. ഞാൻ വെച്ചാൽ നീ വേറെ എന്തെങ്കിലും ജസ്റ്റ് കളറൊക്കെ മാറ്റി വേറെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തുകൊണ്ടിരുന്നാണ് വിചാരിച്ചത്. അത് ഞാൻ വിചാരിച്ചത് കൊള്ളായിരുന്നു. ഡബ്ല്യു ആയിരുന്നു. എടാ ആദ്യം വണ്ടി എവിടെയെങ്കിലും പോയിന്ന് എനിക്ക് അങ്ങോട്ട് പോകണ വഴി ഇതുണ്ട്. കാർ നിർത്തിട്ടില്ല, അത് മതി. എവിടെയെങ്കിലും പോയി ഇടിച്ച് അടുത്തലൊട്ടയാവും. ഇവിടെ റിപ്പയറിൻ്റെ സാധനം റിപ്പയറും ചെയ്ത് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകും. അത് തന്നെ മോഡിഫൈ ചെയ്താൽ കൊള്ളായിരുന്നു. മോഡിഫൈ ചെയ്താൽ കൊള്ളായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ബ്രോ റൂം ID. എടാ ഞാൻ ഇപ്പം സിംഗിൾ പ്ലെയറാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. റൂം കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞാലേ വരൂ. അപ്പോഴത്തേക്ക് ഇടാം. മനസ്സിലായില്ലേ? ഞാൻ കയറാം. നിൽക്കടാ. ഞാൻ ആദ്യം എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, മഞ്ഞിലോട്ട് പോണ പരിപാടി. അത് കഴിഞ്ഞിട്ട് എടാ നമ്മൾ വീണ്ടും 2ാമത്തെ തവണ സ്റ്റോപ്പ് ചെയ്തപ്പോൾ കറക്റ്റ് അടുത്ത ബിസിനസ് വാങ്ങിക്കണ അടുത്ത് തന്നെ നിന്ന്. മനസ്സിലായില്ലേ? ആദ്യം ബിസിനസ് ഇങ്ങോട്ട് പറഞ്ഞ വഴി അവിടെ നോക്കി. ഇപ്പോൾ ഇവിടെ എന്തായാലും കൊള്ളാം. എടാ ഇടിക്കല്ലേ. 4 വാച്ചിങ് ആണ് ചേട്ടാ. ഞാൻ കയറാം. 4 വാച്ചിങ് ആണ്. എടാ വാച്ചിങ് 4 കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലടാ. ഇന്നലെ തന്നെ ഇന്നലെയൊക്കെ നമ്മൾ റൂമിട്ടപ്പോൾ കണ്ടില്ല എത്ര പേരാണ് കയറിയെന്ന്. അത് സബ്സ്ക്രൈബേഴ്സ് ഒരു 1-2 പേരൊക്കെയാണെങ്കിൽ ലൊട്ടയാവില്ല. അതാണ് ഞാൻ പറഞ്ഞ ഒരു 5 പേരെങ്കിലും റൂം ഉണ്ടെങ്കിലല്ലേ കൊള്ളാവും. അതാണ് എടാ എന്തായാലും ഇതൊന്ന് കഴിയട്ടെ. എന്തായാലും ഇപ്പം ഞാൻ മറ്റേ ഇത് ഇങ്ങോട്ട് പോവുമല്ലേ.
ആ മഞ്ഞൊന്ന് കാണാൻ പോയിട്ട് വരട്ട്. അപ്പോഴത്തേക്ക് ഒരു 5-10-15 മിനിറ്റ് അപ്പോഴത്തേക്ക് നമുക്കത് അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ പേരൊക്കെ വരുവാടാ. അപ്പോഴത്തേക്ക് വെയിറ്റ് ആക്കുക, അതുവരെ ഒന്ന് വെയിറ്റ് ആക്ക്. എടാ വീണ്ടും തട്ടി റിപ്പയർ ചെയ്യാൻ പോലെ എന്തായാലും നോക്കാം. എടാ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടാ. മറ്റേ റെഡ് ഫോക്സ് 2 റെഡ് ഫോക്സ് 3 ഒക്കെ ഉണ്ടല്ലോ എൻ്റെ ചാനലുകളിൽ. ആ 2 ചാനലുമാണ് CPM 2 വീഡിയോ എന്നും ഇടണം, ഈ ലൈവിൽ നിന്നുള്ള മെയിനായിട്ടുള്ള. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ കാണത്തിട്ടുണ്ടെങ്കിൽ പോയി കണ്ടോ കേട്ടാ. കാർ തരാന എടാ ആദ്യം ഇതൊന്ന് കഴിയട്ടെ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ആദ്യം മഞ്ഞ് പോയി കണ്ടിട്ട് വരട്ട്. കുറച്ചൊരു 5-10 മിനിറ്റ് കഴിയിട്ട് അപ്പോഴത്തേക്ക് വെയിറ്റ് ആക്കുക. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ പേരൊക്കെ വരും. എന്തായാലും ലെറ്റ്സ് ഗോ ബ്രോ, ലെറ്റ്സ് ഗോ. മഞ്ഞ് പോയി കാണാം. എടാ മഞ്ഞ് ഞാൻ സത്യം പറയാല മുത്തേ ലൈവിൽ ആദ്യമായിട്ടാണ് ഈ മഞ്ഞ് കാണാൻ പോണത് ഈ ഗെയിമിൻ്റെ അകത്ത്. ഞാൻ CPM 2 കളിച്ച സമയത്താണെങ്കിൽ ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട് പണ്ട് കളിച്ച സമയത്തൊക്കെ. ഫസ്റ്റ് ടൈമാണ് ഞാൻ പോണത്. കാര്യം പറയാല മൾട്ടിപ്ലെയർ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 1 ആദ്യമായിട്ടാണ് ലൈവിൽ മഞ്ഞ് കാണാൻ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകണം. മഞ്ഞ് കാണാൻ വണ്ടി എടുത്തുകൊണ്ട് പോകണം. സത്യം പറയാല കള്ളം പറഞ്ഞില്ല. എന്തായാലും നോക്കാം ബ്രോ. ഇത് CPM 2 അല്ല CPM. എടാ ഒരു സെക്കൻഡ് ഞാൻ ചാറ്റ് നോക്കട്ടെ. വണ്ടി നിൽക്കുമല്ലോ, ഇടിക്കൂലായിരിക്കും ബ്രോ. ഇത് CPM 2 അല്ല CPM 1 ആണ് ഈ ഗെയിം ചേട്ടാ. എടാ എനിക്കറിയാം CPM 1 ആണെന്നൊക്കെ എനിക്കറിയാം. നീ എന്ത് പറയണ? CPM 1 ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്ത് പറയണ? എന്തായാലും നോക്കാം. ലെറ്റ്സ് ഗോ ബ്രോ. എടാ സ്പീഡ് ചെക്ക് നോക്കിക്കൊണ്ടിരുന്ന ചിലപ്പം ശ്രദ്ധ തിരിഞ്ഞങ്ങാട്ടെ കൊണ്ട് ഇടിച്ചു കൊടുത്താതാവും. എടാ പിന്നെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. വീലിടണോ? വീലിട്ടാൽ ഒട്ടയാവും. വീലിടാം, അതൊരു ട്രെയിനിങ് പോലെ ആവും. എന്തായാലും ഇവിടെ വീലിടാം. എടാ വീലിട്ട് ഇതുവരെ കളിച്ചങ്ങനെ ശീലമില്ല. നോക്കാം, അത്രയും പറഞ്ഞോളൂ കേട്ടോ. എന്തായാലും നോക്കാം. ഞാൻ ആരെ ഇട്ടാണ് കളിച്ചത്. 5 വ്യൂസാ മുത്തേ, 5 വ്യൂസാ. ഇന്ന് എന്തായാലും വണ്ടി ഇന്ന് ഏതെങ്കിലും വണ്ടി തരുമോ വർക്ക് ചെയ്യാൻ? നോക്കാം വണ്ടി ഉണ്ടേ തരാം. എൻ്റെ ഒരുപാട് വണ്ടി ഞാൻ വാങ്ങിച്ചാൽ ഇതെന്ത് ഇങ്ങനെ പോണ വണ്ടി ഒട്ട. എടാ ഉണ്ടേ തരാം. ഞാൻ നോക്കാം. ഞാൻ വാങ്ങിച്ചാൽ ഏതെങ്കിലും ഉണ്ടേ തരാം. ഓക്കെ, ഇതെന്തിങ്ങനെ ഈ വായിൽ ലോട്ട ഇതെന്തിങ്ങനെ പോണ? ബ്രേക്ക് പിടിയും. എടാ ഞാൻ വീണ്ടും സ്റ്റില്ല് കൊണ്ട് കൊടുത്തടാ. ശ്രദ്ധ തിരിഞ്ഞ്, ഇത് കണ്ട ശ്രദ്ധ തിരിഞ്ഞതാണ്. ശ്രദ്ധ തിരിഞ്ഞു പോയടാ. കാര്യം പറയല്ലേ, ശ്രദ്ധ തിരിഞ്ഞു. ഞാൻ മറ്റേ ആരോഗ്യക്ക് വരാൻ ടില്ലിട്ട് കൊടുത്ത് ഉള്ള പറയല്ലേ, ശ്രദ്ധ തിരിഞ്ഞു പോയി പെട്ടെന്ന്. എന്തായാലും കുഴപ്പമില്ല, ഇനി സെറ്റ്. നമുക്ക് തൽക്കാലം ഇങ്ങനെ തന്നെ പോവാം. ഞാൻ അല്ല ലൈവ് ഇല്ലാത്തപ്പോൾ ഇങ്ങനെ മറ്റേ ബീലിട്ടുള്ളത് കളിച്ച് സെറ്റാക്കാൻ നോക്കാം. ഇടിക്കൽ സത്യം പറയണേ, സംസാരിച്ചുകൊണ്ട് എൻ്റെ ശ്രദ്ധ തിരിഞ്ഞു പോടാ. ഉള്ള പറയാല്ലേ, അതാണ്. ഇത് ലൈവ് മുമ്പേ കണ്ടിട്ടുള്ളമാർക്ക് അറിയാം, പണ്ടേ കാണാൻ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ശ്രദ്ധ അങ്ങ് തിരിഞ്ഞു. അതാണ് വണ്ടിയിലൊട്ട ഇടിച്ചു പോയത്. കുഴപ്പമില്ല, നോക്കാൻ എന്തായാലും. എടാ അവിടെ റിപ്പയർ ചെയ്യാൻ സാധനം ഉണ്ടോ നോക്കട്ടെ. അത് തന്നെ അവിടെ. ഇവിടെ ഒരെണ്ണം ഉണ്ട്. അതാണ്ട് ഇവിടെ ഒരെണ്ണം ഉണ്ട് കണ്ട. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇവിടെ ചെറിയ തട്ടിയാലും നമുക്ക് അവിടെ പോയിട്ട് റിപ്പയർ ചെയ്യാം. റിപ്പയർ ചെയ്തിട്ട് അങ്ങ് പോയിട്ട് 2 ഫോട്ടോ എടുത്തിട്ട് അപ്പോഴത്തേക്ക് 7 വ്യൂസാ മുത്തേ, 7 വ്യൂസാ. എടാ കാര്യമായിട്ടും 7 എടാ നിങ്ങൾക്കൊക്കെ എന്താടാ? എടാ 7 വ്യൂ. 7 തന്നെ അത്. എടാ 7 വ്യൂ ആയടാ. പിന്നല്ല എടാ. ഇനി നീ അരുൺ നായർ നീ വേറെ അക്കൗണ്ടില്ല, നിൻ്റെ ഫോണിൽ വേറെ അക്കൗണ്ടിൽ കയറി കാണാൻ എങ്ങനെ 7 വ്യൂ പെട്ടെന്നായാ? അതെങ്ങനെയാ? അത് കൊള്ളാം കേട്ടോ, സംഭവം അപ്രതീക്ഷിതം. ഞാൻ വെച്ചാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വ്യൂ കയറുമെന്നാണ്. 7 വ്യൂ ആയടാ, ഉള്ള പറയാല്ലേ. എന്തൊക്കെയാണെന്നാണ്. എന്തായാലും കൊള്ളാടാ. എന്തായാലും അങ്ങ് എത്തി ഫോട്ടോ എടുക്കുന്നു. പിന്നെ നമ്മൾ ഉടനെ റൂമിൽ കയറുന്നു. റൂമിൽ കയറുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ 7 വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷെ റൂമിൽ കയറുമ്പോൾ ആ കൂടി 2 പേരാണ് ചിലപ്പോൾ കാണും. നോക്കാടാ, എന്തായാലും നോക്കാം. എന്തായാലും അങ്ങ് എത്താറായി നോണ. കുറച്ചുകൂടെ ഉള്ളു. ഇടിക്കൂല മുത്തേ, ഉള്ള പറയല്ലേ. നിങ്ങളെന്ത് പറയണേ? ഓടിക്കണം മുത്തേ? ഇടിക്കില്ല. എടാ വഴി മാറിപ്പോയാടാ. ഇവിടെ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ വരണം. അവർ മൊത്തത്തിൽ കുറച്ച് വളവുള്ള ഇവിടെയല്ലേ. പീപ്പിൾസ് ആർ വെയിറ്റിംഗ് എന്നാ ഇടാടാ. എന്തായാലും ഇടുമല്ല, മനസ്സിലായി? നിങ്ങളിത്തിരി ഇതാക്കടാ, ക്ഷമിക്കണത്. എന്തൊരു ഇടുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇടാതിരിക്കും. ഇന്നലെ ഇട്ടില്ലേടാ? ഇന്നലെ ഇട്ടില്ലേ? ഇന്നും ഇടും. വെയിറ്റ് ആക്കൂ. എൻ്റെ വണ്ടി മൊത്തത്തിൽ ഇടിച്ച്
കളി ശ്രദ്ധിക്കട്ടെ എടാ, ജസ്റ്റ് ഒന്ന് കളി ശ്രദ്ധിക്കാം, അതിനെ കളി ശ്രദ്ധിക്കാം, ഇതൊന്ന് ശ്രദ്ധിക്കട്ടെ. ആദ്യം അവിടെ എത്തി ഫോട്ടോ എടുത്തിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ. ലോട്ട നീ ശ്രദ്ധിക്കാതെ ഓടിച്ചാൽ വണ്ടി ഇടിച്ച് പപ്പടം കണക്കാവും. അത് പാടില്ലടാ ചാറ്റേ, അത് പാടില്ല. എടാ പിന്നെ സൗണ്ടിന് വല്ല പ്രശ്നമുണ്ടേ പറഞ്ഞേക്കണേ. ബാക്കിയെല്ലാം നിങ്ങൾ പറയുന്നുണ്ട്, സൗണ്ടിന് വല്ല പ്രശ്നമുണ്ട്, ചെറിയ അതായത് ശബ്ദം കുറഞ്ഞോണ്ട രീതിയിൽ വല്ല അങ്ങനെ വല്ലോ അത് ഒട്ടും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞേക്കണേ. ഇടയ്ക്ക് മൈക്ക് ചെറിയ പ്രശ്നമാണ്, അതാണ് ഞാൻ പറയണത്. എന്തായാലും ശരി, അങ്ങോട്ട് വച്ച് കയറാം. $212. എടാ ലോട്ടലാഗ്. ആ എടാ എത്തിയേ. അയ്യോ വണ്ടി നിൽക്കും. ആ കുഴപ്പമില്ല, നിർത്താം. ഉയ്യോ പറന്ന്. എടാ നമ്മളെ നിൽക്കൂന്ന് പറഞ്ഞ കണ്ട ഇടിക്കാതെ നൈസായിട്ട് വന്നിട്ടുണ്ടേ ബ്രോ. വലിയ ഗെയിമർ ആകുമ്പോൾ നമ്മളെ മറക്കൂല എന്ന് അറിയാൻ ബട്ട് ഡൗട്ട്. എടാ മറക്കൂല നിനക്ക് ഉറപ്പുണ്ടേ പിന്നെ നിനക്ക് എന്നടാ ഡൗട്ട്? ഞാൻ അങ്ങനെയൊന്നും മറക്കൂല. നീ എന്ത് പറയണം? ഞാൻ മറക്കുമൊന്നും ഇല്ലടാ, നീ എന്ത് പറയണം? നിങ്ങളൊക്കെ ഇവിടെ എവിടെയാ റിപ്പയറിങ്ങിൻ്റെ സാധനം? ആ ഇവിടെ തന്നെ ഇങ്ങോട്ട് പോവാം. ഓ മഞ്ഞ് കൊള്ളാമല്ലേടാ. ഫസ്റ്റ് ടൈമാണ് ഇവിടെ മഞ്ഞ് പറഞ്ഞു. ഇവിടെ ഈ ഗെയിമിൽ ആദ്യമായിട്ടാണ് മഞ്ഞ് കാണാൻ പറഞ്ഞത്. എന്തായാലും കൊള്ളാം. റിപ്പയറിങ് അതല്ലേ? അത് തന്നെ ഇടിക്കും വളർത്തി ചേർന്ന. ഓ ഇടിക്കൽ. ഡിസേബിൾ എൻജിൻ ഡാമേജ് $200. ഓക്കെ എടാ ഇടിച്ചില്ല. ഫോൽ അടിക്കണ്ടേ? ഫോൽ പിന്നെ അടിക്കാതെ. എടാ ഇത് മറ്റേ കട വാങ്ങണ സാധനമല്ലേ? അത് വേണ്ട, അതിപ്പോൾ വേണ്ട. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ബിസിനസ് ഇറങ്ങണല്ലേ നല്ലത്. അതെന്തായാലും ആദ്യം ഗ്യാസ് ഫ്യൂവൽ റീഫോലി ഇട്ട്. എടാ 7 വ്യൂസ് ആടാ നിങ്ങൾക്ക്. 7 വ്യൂസ്. നിങ്ങൾ എന്തിനടാ കാണിച്ചോ? 7 വ്യൂസ് ആടാ. 7 വ്യൂസ്. നിങ്ങൾ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ടാകുന്നുണ്ടേ ചേട്ടാ. ഓ എടാ സീനാണോ എന്തോ കാര്യം പറയല്ലേ. സൗണ്ടിന് ഇടയ്ക്കൊരു പ്രശ്നം വന്നതാണ്. വീണ്ടും പണി പാളിയാന്ന് ഡൗട്ടാണ്ട്രാ അരുണേ. ഞാൻ എന്തായാലും ഇതൊന്ന് കഴിഞ്ഞൊരു ഫോട്ടോ ഞാൻ മൾട്ടിപ്ലെയർ കയറ്റി വെയിറ്റ് ചെയ്യാൻ ടൈമിൽ സൗണ്ട് നോക്കാം കേട്ടാ. സൗണ്ട് ലൊട്ടയാവണേ പിന്നെ ലൈവ് ഇട്ടിട്ട് എന്ത് ചെയ്യാനാണ്? എന്തായാലും ഫോട്ടോ എടുക്കാം, പെട്ടെന്ന് ഫോട്ടോ എടുക്കാം. അത് വന്നേ വെറുതെ ആവണ്ട. സൗണ്ട് സീനാകുമായിരുന്നാൽ മതിയായിരുന്നു. സൗണ്ടാണ്ട്രാ ഒരു വലിയ പ്രശ്നം ഉള്ള പറയാലോ. ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് വാ. എന്തൊക്കെയാണ് ഞാൻ വരാടാ. ഇപ്പോൾ സീനില്ല എടാ. അത് തന്നെ എടാ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൈക്കിന് ഇടയ്ക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പോവുക. നമ്മൾ ടി വിയിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സൗണ്ട് പൂജ്യത്തിയാക്കിയിട്ട് പഴയ സൗണ്ട് കൊണ്ടുവന്ന് എങ്ങനെ ഇരിക്കും അതേപോലെയാണ്. എന്താടാ മസ്ഹൂദ് ZH7NZH. ബ്രോ പറഞ്ഞോടാ ബ്രോ പറഞ്ഞോ. ഇപ്പോൾ സെറ്റാണെന്ന് തോന്നുന്നു. എടാ സൗണ്ട് ഒരുപാട് പ്രശ്നമാകുമെന്ന് എനിക്കൊരു പേടിയുണ്ടോ. അത് ഇത്തിരി കുഴപ്പമുള്ളതായിരുന്നു. എന്തായാലും നോക്കാം. ID തരൂ. എടാ ഇന്നും ഞാൻ മറന്നു. എടാ സോറി എടാ ചാറ്റ്, ഞാൻ എന്നും മറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിസ്ക്രിപ്ഷനിൽ IDയും സെർവറും പിന്നെ സെർവറിൻ്റെ കാര്യവും പാസ്വേഡും കൊടുക്കാം. എടാ പാസ്വേഡ് 7777 എന്തായാലും നമ്മൾ മഞ്ഞ് വന്നിട്ടുണ്ട്. സിറ്റി 2 മഞ്ഞിലോട്ട് വന്നിട്ടുണ്ട്. ഇനി എന്തായാലും ഇറങ്ങാം. സബ്സ്ക്രൈബേഴ്സ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഇനി മൾട്ടിപ്ലെയർ പോവാം. ID ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇപ്പം മൾട്ടിപ്ലെയർ റൂം ഇടാൻ നേരത്തെ തന്നെ കാണാമല്ലോ. അപ്പം ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ആക്കെ. എടാ 4 വ്യൂസ് മുത്തേ. 4 വ്യൂസേ. ഓക്കെ സ്റ്റാർട്ടിൽ എടാ ഈ കാറ് പോരെ? ഈ കാറ് മതി. ഇത് മതി തൽക്കാലം. ഇത് മതി. അല്ലെ വേറെ എടുക്കണോ? ഇത് കിടക്കട്ട്. സ്റ്റാർട്ട് ഓൺലൈൻ ഗെയിമിൽ 6 വ്യൂസാ. എന്താ നിങ്ങൾ എടാ എൻ്റെ ID കണ്ടല്ലോ. ID ചോദിച്ചാൽ എന്തൊരു മസ്ഹൂദേ ബ്രോ ID തണ്ട SJ011660. പാസ്വേഡ് 7077. സെർവർ ഇംഗ്ലീഷായി കിടക്കണം. അതിലൊട്ട അതെപ്പോൾ ഞാൻ ഇട്ട ഇംഗ്ലീഷ് അല്ല കേട്ടോ, ഇന്ത്യയാണേ. സെർവർ ഇന്ത്യ എവിടെ ഇതിൻ്റെ അകത്ത്? എടാ ഐറിഷ് അല്ല, ഇന്ത്യ. അത് തന്നെ. ഓക്കെ ഓൺലി ഫോർ ഫ്രണ്ട്സ്. എടാ മൗണ്ടൈൻ കൊടുത്താലാ? മൗണ്ടൈൻ കൊടുക്കണോ? ഹൈവേ വേണ്ട. ഹൈവേ അല്ലാതെ ട്രോപ്പിക്ക് തന്നെ കൊടുക്കാം. ട്രോപ്പിക്ക് നമ്മളെപ്പോഴും പോകണേ, എന്നാലും കുഴപ്പമില്ല. ട്രോപ്പിക്ക് പോവാം. 70 എല്ലാം കണ്ടല്ല. ഞാൻ വന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ ഇനി ഞാൻ സൗണ്ടും കൂടെ നോക്കട്ടെ ഇടാൻ. അപ്പോഴത്തേക്കും നിങ്ങളൊക്കെ വാ. അപ്പോഴത്തേക്കും ഞാൻ സൗണ്ടൊന്ന് നോക്കിക്കോട്ടെ. അപ്പോഴത്തേക്കും ഞാൻ സൗണ്ട് നോക്കാൻ വേണ്ട സമയത്ത് ഇനി സംസാരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് ശ്രദ്ധിക്കണം. അപ്പോഴത്തേക്കും നിങ്ങൾ കയറി വാ. അപ്പോഴത്തേക്കും ഞാൻ അത് നോക്കട്ടെ. ഒരു മിനിറ്റ് എടുക്കുക. 2 മിനിറ്റ്.
ഞാൻ കയറട്ടെ എടാ, കയറാൻ താല്പര്യമുള്ളവനെ കയറിക്കോടാ മുത്തേ, കയറിക്കോ. എടാ വണ്ടി ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇറങ്ങി പോകണം എന്ത് പരിപാടി. എടാ ആകാശം എന്ത് പെട്ടെന്ന് കളർ മാറിയാ, അതെന്തിലോട്ടാ? എന്തായാലും കുഴപ്പമില്ല. എടാ എന്തായാലും നമ്മൾ റൂം ഇട്ടിട്ടുണ്ട്, വരാനുള്ളവർ വന്നോ, താല്പര്യമുള്ളവർ വന്നോ. ഞാൻ സൗണ്ട് നോക്കട്ടെ, സൗണ്ട് നോക്കുവാണേ. ലൊട്ടയാവും എന്തോ സൗണ്ട്. എടാ ഞാൻ സൗണ്ട് നോക്കി, കേൾക്കാല്ലേ ഇപ്പോൾ സൗണ്ട് നോക്കി കേട്ടാ. പക്ഷേ പണ്ടത്തേൻ്റെ അത്ര വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ആരെങ്കിലും വന്നോ എന്ന് ആരെങ്കിലും വന്നോ നോക്കട്ടെ. ആരും വന്നില്ലടാ, രണ്ടുപേരും ഇതെന്ത് കാണിക്കാത്ത. കേലപ്പ് വന്നിട്ടുണ്ട് മുത്തേ. എടാ ഞാൻ ഗെയിമിൻ്റെ സൗണ്ട് കുറച്ചിട്ട്, ഈ വണ്ടിയുടെ എരപ്പ് കാരണം ഇനി സൗണ്ട് ഇതായി പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നോക്കാം, ഗെയിമിൻ്റെ സൗണ്ട് കൂടി കിടക്കണ. അല്ലടാ ഇതൊക്കെ സാധാ സൗണ്ടാണ്, ഇത്രയെങ്കിലും വേണ്ടേ. ഒട്ടും കുറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് കടന്നോട്ട്, ഈ സൗണ്ട് കടന്നോട്ടറാ. ഒട്ടും നിങ്ങളിപ്പോൾ ഈ ലൈവ് കാണുന്നവരുടെ 6 പേരൊക്കെ ഉണ്ടല്ല, ഒട്ടും കേൾക്കാൻ പറ്റൂല. ഇപ്പോൾ എന്ത് പറയണം ഒന്നും കേൾക്കാൻ പറ്റില്ല എന്ന അവസ്ഥയാണേ പറഞ്ഞോ. എന്തെങ്കിലും നമുക്ക് നോക്കാം. അയ്യോ ഇതിപ്പോൾ ഞാൻ ഇവിടെ ഈ സ്ഥലം ഏതാണ് ഞാൻ നിൽക്കണ? ഈ സ്ഥലത്ത് കേട്ടോ കേട്ട് ഇവിടെ ഇരുന്നോട്ട്. ഇതിപ്പോൾ ഞാൻ ഏത് സ്ഥലത്ത് നിൽക്കണ? എൻ്റെ അടുത്ത് ആരെ വന്നല്ല നിൽക്കേ? അപ്പു കേലപ്പു. ഇതേത് അല്ല, ഇത് ഇവിടുത്തെ കാറല്ലേ? അതേണ്ട ഇതാരും വന്നേക്കണ ഇവിടെ. ഇത് കാർഗോയ്ക്ക് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നല്ലതാണ്. വണ്ടി മറ്റേ വണ്ടിയുടെ മുകളിൽ കയറ്റി, വണ്ടി മറ്റേ വണ്ടിയുടെ മുകളിൽ കയറ്റാൻ. ഓക്കെ എടാ നിൽക്കേ. ഇത് എന്ത് നടക്കാൻ പോണേ ഇവിടെ? ഹായ് നിൽക്കേ. എടാ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വണ്ടി ഇതിൻ്റെ അകത്തുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടാ, എനിക്കിങ്ങനെ വണ്ടിയൊന്നുമില്ല. എനിക്കേ ഇത് ഇത്തിരി നോക്കാം, ശ്രദ്ധിച്ച് കയറ്റാം. സബ്സ്ക്രൈബർ പറഞ്ഞേക്കണേന്ന് വെച്ചാൽ ഈ വണ്ടി ഇതെന്ത് നിൽക്കണം ഇങ്ങനെ ആയിപ്പോണ. എടാ എനിക്ക് ചെറിയൊരു ഇതടിക്കണം, ലാഗല്ല എന്തിനാ ഒരു ഇതടിക്കണമല്ലോ ഏട്ടാ. കാര്യം പറയാമല്ലോ, വെയിറ്റ് ആക്കടാ, ഒന്ന് വെയിറ്റ് ആക്കുക. പിന്നെ ലൈവ് ആണോ ഒന്ന് വെയിറ്റ് ആക്കടാ മുത്തേ. കാർ ലോഡടാ. എടാ എന്ത് കിടക്കണാ? എടാ ഇത് കണ്ട നിക്കേ മുത്തേ, ഇത് കണ്ട? എടാ എൻ്റെ വണ്ടി പോയി. എൻ്റെ വണ്ടി പോയടാ. ഞാൻ അവിടെ പീട്ടാണ് നിൽക്കുന്നത്, പക്ഷെ വണ്ടി ഓട്ടോമാറ്റിക് ഇറങ്ങി പോകണ്ടായിരുന്നേ. ഇപ്പോൾ കയറി സെറ്റ്. എടാ ഇത് സാധനം W. എടാ എനിക്ക് ഇത് കൊള്ളാം കേട്ടാ. എടാ ഈ വണ്ടി ഇത് എത്ര രൂപ ഈ വണ്ടി? എനിക്ക് വാങ്ങണം ഈ വണ്ടി നോക്കാം. ഇത് വാങ്ങിക്കാം, പൈസ സെറ്റാക്കാം. ഇത് കൊള്ളാം. ഇതിൻ്റെ അകത്ത് കുറേ നല്ല നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള വണ്ടിയെല്ലാം ഉണ്ടോ. കാര്യം പറയാല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെടുത്തോണ്ടൊരു ഞാൻ കാര്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. 2 മില്യൺ. അത് കുഴപ്പമില്ല, സെറ്റാക്കാം. 2 മില്യൺ സെറ്റാക്കാം. 2 മില്യൺ ഇപ്പം എത്ര രൂപയുണ്ട്? 3 ലക്ഷം ഉണ്ട്. 2 മില്യൺ എന്ന് പറയുമ്പോൾ ടൈം എടുക്കുമല്ല, അത് കുഴപ്പമില്ല, അങ്ങനെ സെറ്റാക്കാം. ഞാൻ പറ്റുന്ന പൈസ തരാം. അന്ന് കുഴപ്പമില്ലടാ, ഞാൻ എല്ലാ ട്രേഡ് ചെയ്തൊക്കെ എങ്ങനെയാണ് സെറ്റ് ആയിക്കോളാം, അതൊന്നും കുഴപ്പമില്ല. അല്ലെ ഡെയിലി മിഷനൊക്കെ ഉണ്ടല്ലോ, അന്ന് സീനില്ല. എന്തായാലും നോക്കാം. എടാ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ലൈവ് 5 പേര് കാണുന്നുണ്ട്. എത്ര പേര് വന്ന്? 2 പേരുണ്ട്. കുഴപ്പമില്ല, നോക്കാം. ഇതാണ് ഞാൻ പറയാനടാ. കണ്ട 5 പേരെ 6 പേരൊക്കെ ലൈവ് ചിലപ്പോൾ കാണും, മനസ്സിലായില്ലേ? ചിലപ്പോൾ കാണും, ചിലപ്പോൾ കൂടുതൽ 2 പേര് കാണും, ചിലപ്പോൾ 3 പേര് കാണും. കാണുന്ന വലിയ കാര്യം തന്നെയാണ്. ശരി, വാച്ച് അവറിന് വേണ്ടിയിട്ട് വാച്ച് അവർ പെട്ടെന്ന് സെറ്റായാലും നമുക്ക് മോണിറ്റൈസ് ആ പരിധിയിലോട്ട് കയറാൻ പറ്റും. എന്നാലും അതല്ലടാ, ഈ ഒരു റൂമിലോട്ട് കുറച്ചുകൂടെയൊക്കെ പേര് വന്നാലേ ഒരു വൈബ് അടിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ബ്രോ എന്നെ ഫ്രണ്ട് ആക്കൂ, KL വിസാഡ് വൈറ്റി. നീ അതേ റൂമിൽ കയറി ഇനി അത് റൂമിൽ കയറി എനിക്കൊരു റിക്വസ്റ്റ് ഇട്, എന്നിട്ട് അപ്പം ഞാൻ നോക്കാം. കയറ് ബ്രോ വിസാഡ്. എടാ നിങ്ങൾ ലൈവ് കാണാൻ പറ്റുന്നവരെല്ലാം ഒന്ന് കണ്ട് ഇതാക്കണേടാ. കാരണം വെച്ചാൽ ഈ വാച്ച് പറഞ്ഞ ഒരു സാധനമുണ്ട്, അത് കുറച്ച് ആയുള്ളൂ. അത് കുറേ അങ്ങ് എത്തിച്ചാലേ എന്തിനാണ് മോണിറ്റൈസൻ മറ്റേ സാധനത്തിൻ്റെ പേര് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ഉണ്ടല്ലോ, ആ സാധനമാവും. അതായാലും നമുക്ക് പിന്നെ അടുത്ത പടിയിലോട്ട് പോകാൻ പറ്റും. എന്തായാലും നോക്കാം. ലൈവ് വാച്ചിങ് കുറഞ്ഞ എന്തായാലും 3 പേരുണ്ട് ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും നോക്കാം.
എന്തായാലും പണ്ട് കിട്ടണ വെച്ച് നോക്കുമ്പോൾ ഇത്തി കൂടെ നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്നുണ്ട്. പണ്ട് എപ്പോഴും ഒരു വ്യൂ ആണ്, അത് ഞാൻ തന്നെ മറ്റേ ഫോണിൽ കാണുകയാണ്. അല്ലെങ്കിൽ കൂടിപ്പോയാൽ വല്ലപ്പോഴും 2 വ്യൂ. ചില ഫ്രീ ഫയർ ചലഞ്ച് ചെയ്തിരുന്ന സമയത്ത് പോലും വ്യൂസൊന്നും അങ്ങനെ ഇല്ലായിരുന്നു, ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു. ഫ്രീ ഫയറിൻ്റെ കാര്യം ഞാൻ പറയണ്ടടാ. ഫ്രീ ഫയർ കളിക്കണമാര് ഞാൻ എന്തിന് പറയണ്ട. അതിൻ്റെ അകത്ത് നമുക്ക് പണ്ട് പിങ്ക് ഡയമണ്ട് സ്റ്റോർ ഞാൻ ഫ്രീ ഫയറിൻ്റെ ആരും വിട്ടാ. ഫ്രീ ഫയറിൻ്റെ ആരും എനിക്ക് പറയാൻ വയ്യ. ഫ്രീ ഫയർ പണ്ടത്തെ ഫ്രീ ഫയർ OG ആയിരുന്നു. ഇപ്പോൾ ഒന്നും പറയാൻ തോന്നണ്ട. ഫ്രീ ഫയർ എനിക്ക് ഒരുപാട് കളിക്കാനേ തോന്നല്ല. ഇനി മെയിനായിട്ട് CPM, അതാണ് ഞാൻ CPM തന്നെ വന്നത്. ഇതാകുമ്പോൾ കണ്ട CPM ഇവിടെ ഇത്രയും സപ്പോർട്ട് ഉണ്ടോ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടാണ്. മറ്റേ 12 മണിക്കൂറൊക്കെ കിടന്ന് ലൈവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൂടിപ്പോയി കിട്ടണ 50 വ്യൂ, 60 വ്യൂസ്. ഇത് 1 മണിക്കൂർ ചെയ്താൽ തന്നെ 100 വ്യൂ കിട്ടും. സപ്പോർട്ട് ഇതിന് ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ ഫ്രീ ഫയർ ഡിലീറ്റ് ആക്കി. ഫ്രീ ഫയർ ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഫ്രീ ഫയർ ഉണ്ടല്ലോ ഞാനെന്ന് വെച്ചാൽ എനിക്ക് 2 വർഷം കൊണ്ട് ഫ്രീ ഫയർ കഷ്ടപ്പെട്ട് മോണിറ്റൈസ് ആക്കാൻ ചാനൽ നോക്കിയാണ്. അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല. നമ്മൾ ഹാർഡ് വർക്കിന് അത് കുഴപ്പമില്ല, എന്നാലും ഒരിതില്ലടാ. അത് ഇപ്പം എന്തിനു പറയാം, അവന്മാർ കൊണ്ടുവരണ അപ്ഡേറ്റ് തന്നെ കണ്ടാ നിങ്ങൾ. അത് എന്തിരുന്നൊക്കെയാണെന്നാണ് ഒരു ഇതും ഇല്ല. പണ്ടത്തെ പിങ്ക് ഡയമണ്ട് സ്റ്റോർ ഇപ്പോഴത്തെ പിങ്ക് ഡയമണ്ട് സ്റ്റോർ നോക്കിയാൽ തന്നെ അറിയാം. അതാണ്ട്രാ. എടാ എന്ത് വണ്ടി നിർത്തി? എടാ നീ വിട്ടോ, വണ്ടി ഓടിച്ചോ. ഞാൻ ഇവിടെ കാര്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചോട്ടോ. നീ ഇറങ്ങിക്കോ. ഓക്കെ, എങ്കിൽ ഇറങ്ങാം. അയ്യോ എടാ, ഈ വണ്ടി എത്ര നമ്പറടാ? ഈ വണ്ടി കേലപ്പൂൻ്റെ ഇരിക്കുന്ന വണ്ടി എത്ര നമ്പർ? അവിടെ ഇവിടെ വണ്ടി നിർത്തണോ? സബ്സ്ക്രൈബേഴ്സ് വരണേ വാടാ. നിങ്ങൾ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടൊരു കാര്യം ചെയ്യാം. ഇവിടെ എടാ വണ്ടി അനുവാദം ഇല്ലാതെ മുന്നോട്ടൊക്കെ ആഞ്ഞാഞ്ഞ് പോകണടാ. നീ എന്താടാ അനുവാദമില്ല ഇങ്ങനെ പോകണം? എടാ വണ്ടി ബാക്ക് അടിക്കാൻ ബാക്കിലോട്ട് ഒരുപാട് ദൂരത്തിൽ പോകും, ഫ്രണ്ട് അടിക്കാൻ ഫ്രണ്ടിലോട്ട് ദൂരത്തോട്ട് പോകും. ഇവിടെ നിൽക്കാം. ഇറങ്ങിക്കോ. വേണ്ട എന്നാടാ, മനസ്സിലായടാ. ബ്രോയുടെ കയ്യിൽ BMW M8 ഉണ്ടോ? എടാ എൻ്റെ കയ്യിൽ ഏതൊക്കെ വണ്ടിയോടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. കാരണം വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് കൂടുതലും വണ്ടി തന്ന. ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസം ആയതേ ഉള്ളൂ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, ഈ കാണുന്ന കുറേ പേരാണ് എനിക്ക് വണ്ടി കൊണ്ട് തന്നിട്ടുള്ളത്. അപ്പം BMW ഉണ്ട്. ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ കാറും നോക്കാൻ പോലും നോക്കിയിട്ട് പോലും ഇല്ലടാ. കാണുമോ എനിക്കും അറിഞ്ഞൂടാ. അത് വേണേൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലോബി വരുമ്പോൾ തന്നെ കാണിച്ചു തരാം. എടാ ഉമാരെല്ലാം പോയടാ. എടാ അപ്പ് പോയി ഏട്ടാ. എടാ എന്നിൻ്റെ പേര് എനിക്ക് വായിക്കാൻ എന്തിന് മഷൂദ് റൂമയുണ്ട്. മുത്തേടാ മഷൂദ് എവിടെ? എവിടെയെന്നൊന്ന് നോക്കാൻ മാപ്പ് ഈ തൊട്ടപ്പത്തിന് അടുത്ത് വന്നിട്ടുണ്ട് മഷൂദിൻ്റെ കൂടെ ഇന്നൊരു ഫോട്ടോ എടുക്കാം. മഷൂദെ നല്ല പോസ് ഓർഡാ. മഷൂദെ ഒരു ഫോട്ടോ എടുക്കട്ട്. ഡബിളി പിക്ക് എടുക്കാം. ഞാനാ മഷൂദ്. ഓടാ എനിക്ക് ഒരു ഓടാ. എടാ നിങ്ങൾ ലൈവും കൂടെ കാണുവാണ്. ഞാൻ എന്തായാലും ഫോട്ടോ എടുക്കുവാണേ. മഷൂദെ നല്ല പോസ് ഓർഡാ എന്തായാലും. ഇത് ഓക്കെ. എടാ ബാക്കിയുള്ളവരെ പറ്റി റൂമിൽ വരാൻ താല്പര്യമുള്ളവർ വന്നോ. എടാ പിന്നെ ഇതൊക്കെ വീഡിയോ ആയിട്ട് ഇടണം, മറ്റേ ചാനലാണ്. ബ്രോ എവിടെയാ സ്ഥലം? എടാ എൻ്റെ സ്ഥലം TVM. കൂടുതൽ നമുക്ക് പറയത്തില്ല, കാരണം വെച്ചാൽ കൂടുതൽ നമ്മൾ അങ്ങനെ കറക്റ്റ് സ്ഥലം എക്സ്പോസ് ആക്കത്തില്ല. ഈ ഒരു സ്ഥലത്താണ് ഞാൻ ഉള്ളത്. TVM എവിടെ ആവാം, മനസ്സിലായില്ലേ? TVM എവിടെ ആവാം? കോഴിക്കോട്. ഓടാവോ. എന്തായാലും ഫോട്ടോ എടുക്കാം. എടാ ഇതെന്ത് ലൊട്ട നടക്കണ. എടാ ചെറിയ ലാഗ് അടിക്കണോ? ഗ്രാഫിക്സ് കണ്ട ഇട്ട് വെച്ചാൽ. ഗ്രാഫിക്സ് അവിടെ ഗ്രാഫിക്സ് കണ്ടല്ലേ ഇട്ട് വെച്ചേക്കണം. ഫുള്ള് മാക്സാണ്. അപ്പോൾ അതിൻ്റെ വല്ല ലാഗ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ബ്രോഡ് എത്ര കാറുണ്ട്? എടാ എൻ്റെ ഇപ്പോൾ മൊത്തം 25 എടാ 25 എടാ ഈ 25 കാരണം വെച്ചാൽ നമ്മൾ തുടങ്ങിയിട്ട് പെട്ടെന്ന് 25 ആയതാണ്. സബ്സ്ക്രൈബേഴ്സ് അന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് വന്നത്. നിങ്ങളെല്ലാം ചിലപ്പോൾ 100 കാറ് കാണും. നിങ്ങൾ പണ്ടോട്ടേ കളിക്കുന്നതും കൂടെയാണ്. ഞാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. വാ നിൽക്കുക. നമുക്ക് ഇവിടെ നിങ്ങളുടെ പോവാടാ. മഷൂദേ എവിടെ പോവാം? ഫോളോ ചെയ്യുക. കൂടെ വാ. കാർ വല്ലതും വേണോ കുഴപ്പമില്ല. വേണ്ട കുഴപ്പമില്ല. കുഴപ്പം ഇല്ലടാ. വേണ്ട കുഴപ്പമില്ല. വേണ്ട. കൂടെ വാ. കൂടെ വാ. എനിക്ക് ഒരുപാട് പേര് കാറ് തന്നിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിങ്ങളെ ചിലപ്പോൾ ഒരുപാട് കാറുകളുണ്ടായിരിക്കും, അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ നോക്കാം. എന്തായാലും എടാ ഇവനെ മഷൂദേ നീ കൂടെ വാ. ബ്രോ ഇനി CPM. എടാ ഒരു സെക്കൻഡ് ചാറ്റ് ഒന്ന് നോക്കിയോട്ടെ.
ബ്രോ ഇനി CPM കളയണ്ട, അതിൽ ആർക്കാർ സീൻ എടാ ഞാൻ കാര്യം പറയട്ടാ, ഞാൻ CPM എന്തായാലും കളയണടാ. ഇത്രയും വ്യൂ വരുമ്പോൾ ഞാൻ എന്തായാലും CPM കളയൂടാ. നിങ്ങൾ പറ, ഞാൻ ഇത്രയും വ്യൂ വരുമ്പോൾ CPM കളയൂ? ഒരിക്കലും ഇല്ല. സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ എന്തായാലും CPM ഈ അടുത്തൊന്നും കളയാൻ ഒരു ഉദ്ദേശവും ഇല്ല. മനസ്സിലായില്ലേ? അടുത്തൊന്നും CPM കളയാനേ ഒരു ചിന്ത പോലും ഇല്ല. കാര്യം പറയില്ല. എന്തായാലും എനിക്ക് എൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വാച്ച് അവർ അത് എങ്ങനെയും ഒരു 3000 ആണെന്ന് തോന്നുന്നു. 3000 എത്തിക്കണം. ഈ ചാനലൊരു 500 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണം. 500 സബ്സ്ക്രൈബേഴ്സ് അത്ര പാടായിരിക്കും. കാരണം വെച്ചാൽ എത്തി കൂടെ പെട്ടെന്ന് നടക്കുമെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ എടാ മഷൂദ ഇങ്ങോട്ട്, കാരണം എന്ന് വെച്ചാൽ വ്യൂ കൂടുന്നതനുസരിച്ച് സബ് കയറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മെയിനായിട്ട് വാച്ച് അവറാണ് നമ്മൾ നോക്കണം. അത് നിങ്ങൾ ഈ ലൈവൊക്കെ ഇരുന്ന് കണ്ടാലേ വാച്ച് അവർ കൂടും. പിന്നെ മറ്റേ ചാനലുകളിൽ വീഡിയോ ഇടുമ്പോൾ അതും കൂടെ നിങ്ങൾ കണ്ടാൽ അതിലും വാച്ച് അവർ കൂടും. എന്തായാലും നോക്കാം, നിങ്ങൾ കാണാൻ പറ്റണേ സബ് ചെയ്യാൻ ചാനലൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ് ചെയ്ത് തരും കേട്ടോ. മെയിനായിട്ട് പറ്റില്ല റെഡ് ഫോക്സ് 2ഉം 3ഉം ആ 2 ചാനലും സബ് ചെയ്ത് വെച്ചേക്കണം നല്ലതാണ്. കാരണം വെച്ചാൽ ഈ ലൈവിലെ മെയിനായിട്ടുള്ള എല്ലാ വീഡിയോയും ഇടണ ആ ഒരു ചാനലിലാണ്. വീഡിയോസ് അല്ല, ഈ ലൈവിൽ നിന്ന് എടുത്ത് വീഡിയോ മൊത്തം ഇടുന്ന ആ ചാനലാണ്. അല്ലാതെ ഇതിലൊന്നും ഇടൂല, ഇതിൽ വീഡിയോ ഒന്നും ഇടൂല. അപ്പം കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൽ വന്നോ, അതിൽ നമുക്ക് മനസ്സിലായില്ലേ കാണാം. ഇവിടെ മറ്റേ നിധിയുള്ള ഇടം കേട്ടോ. ഇവിടെ ഒരു നിധി ഉണ്ട് കേട്ടോ. നിങ്ങൾ എടുക്കാത്തവരുണ്ടെങ്കിൽ വന്ന് എടുത്തോട്ടെ. ഞാൻ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കിട്ടിയാണ് നിധി. കാര്യം പറയാലോ മുത്തേ, ഇങ്ങോട്ട് കയറ്റാം. ഇവിടെ വണ്ടിയുടെ ബേക്ക് ചെളിയായല്ലേ. ഇനി തിരിച്ചു പോകണമെന്നില്ല. അവൻ എന്തായാലും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. മഷ്ഹൂദും കൂടെ വരണമുണ്ടല്ലോ. എടാ നിൻ്റെ പേര് ഞാൻ തെറ്റായിട്ടാണ് പറയണേ, സോറി കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് കറക്റ്റ് മഷ്ഹൂദ് എന്നല്ലേ. അത്ര തെറ്റായിട്ടൊന്നുമല്ല ഞാൻ പറയണം. അത്ര തെറ്റൊന്നുമല്ല. എടാ വണ്ടി മൊത്തം അഴുക്കാടാ. അയ്യോ എടാ എൻ്റെ പൊന്നെ, എടാ എൻ്റെ വണ്ടി മൊത്തം ഞാൻ വിചാരിച്ച് ബേക്കോത്ര ആടുന്ന. എടാ അഴുക്കായി. ഞാൻ പോയി ക്ലീൻ ചെയ്തു വരാം. നീ ഇവിടെ നിൽക്ക്. മഷൂദെ നീ ഇപ്പോൾ ലൈവ് കാണുവാണെങ്കിൽ നീ ഇവിടെ നിൽക്കുക കേട്ടോ. നീ എൻ്റെ കൂടെ അങ്ങ് വരെ വരണമെന്നില്ല. ഞാൻ എന്തായാലും കണ്ട വണ്ടി മൊത്തം അഴുക്കായടാ. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ടൊന്ന് ശരിയാക്കിയിട്ട് വരാം. നിൽക്കേ എവിടെയും അടുത്തായിട്ടുണ്ട് ഇത്. അതാണ്ട് ഇവിടെ. എടാ ഈ വണ്ടി അനുവാദമില്ലാതെ നമ്മൾ ഈ ഇട്ടില്ലെങ്കിൽ അപ്പോഴേ അങ്ങ് നിരങ്ങി എങ്ങോട്ടെങ്കിലും പോകണം. അത് പോയി എവിടെയെങ്കിലും ഇടിച്ച് എൻജിൻ തൊലഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലേ. അത് സീനാവും. അതാണ് അരുൺ നെറ്റ് ഇഷ്യൂ ആയതാ 5 മിനിറ്റ്. ഓക്കെടാ, കുഴപ്പമില്ല. അങ്ങനെ തന്നെ. ഓക്കെടാ, ഓക്കെ. എടാ പിന്നെ ഏതെങ്കിലും ചാറ്റ് മിസ്സാവണേ. ഈയിടെയായിട്ട് ഒരുപാട് ചാറ്റ് പറഞ്ഞിട്ടുണ്ട്. പണ്ടെന്നാണെങ്കിൽ ഇങ്ങനെ ചാറ്റൊന്നും വരില്ല. അപ്പം എല്ലാ ചാറ്റ് മിസ്സാവുകയാണെങ്കിൽ സോറി കേട്ടോ. എടാ എന്തായാലും ആദ്യം അവിടെ പോയിട്ട് കാർ കഴുകാം. എടാ ഞാൻ ഫാമിലി ഫ്രണ്ട്ലി അല്ലേടാ. എടാ അത് താൽക്കാലികമായിട്ടാണ് കേട്ടോ. അത് മാറും. കുഴപ്പമില്ല, എന്തായാലും നോക്കാം. CPM നമുക്ക് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് പോവാം. അത് തന്നെ, CPM ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് പോവാം. എന്തായാലും അങ്ങോട്ട് പോവാം. എടാ തൊട്ടടുത്ത് പെട്ടെന്ന് എത്തി. ടയറിൻ്റെ കാര്യം ചെയ്യണ്ടാ. കാര്യം പറയാം, ടയറൊന്നും ഇപ്പോൾ ചെയ്യണ്ട. ഫ്യൂൽ അടിക്കാം. അത്യാവശ്യം നിറഞ്ഞാണ് ഇരിക്കണം. എന്നാലും ചിലപ്പോൾ പെട്ടെന്ന് ആവശ്യം വന്നിട്ട് ആയി പോയാലോ. അതുകൊണ്ട് ആദ്യം ഫ്യൂൽ അടിക്കാം. എടാ ഇത് നല്ല ഏർപ്പാടാണ്. 2-3 കാറൊക്കെ പെട്ടെന്ന് വന്നാൽ കഴിയും. അത് നല്ല പരിപാടിയല്ലേ. എനിക്കത് ഇഷ്ടപ്പെട്ടു. റിവേഴ്സ് എടുത്തിട്ട് കണ്ട 3 കാറൊക്കെ ഒന്ന് കഴിയും. ഇനി ഫ്യൂലൂടെ അടിച്ചിട്ട് മഷൂദ നീ ഇപ്പോൾ ലൈവ് കാണുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോളാം. നീ ആദ്യം എന്താണ് അവിടെ നിന്നോ. നീയും കൂടെ നീ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് പോകണ്ടല്ലോ. അതാണ് ഞാൻ. നീ എന്തായാലും അവിടെ നിൽക്ക്. ലൈവ് കാണുവാണെങ്കിൽ അവിടെ നിന്നോ. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം. ഇനി പോകുമ്പോൾ അധികം വണ്ടി പറപ്പിച്ചോണമെന്ന് പോകണ്ട. അതാണ് ചെളിയൊക്കെ പൊടി പാറി നമ്മളതിലാവണം. എവിടെ ഞാൻ. എടാ മഷൂദ് ഇങ്ങ് വന്നാ. മഷൂദൻ ഇങ്ങ് വരണ്ടേയിരുന്നു. ഞാൻ അങ്ങോട്ട് പോരുന്നല്ല. എടാ ഇവ എന്തടാ. കുഴപ്പമില്ല. എനിക്ക് ഇങ്ങോട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകല്ലേ. അത് തന്നെ, വേറെ എങ്ങോട്ടെങ്കിലും പോവാം. എങ്കിൽ മഷൂദ് വന്നോ, കൂടെ വന്നോ. ഞാൻ അപ്പോഴത്തേക്ക് എങ്ങോട്ടെങ്കിലും സ്ഥലം സ്പോട്ട് ചെയ്ത് പോട്ടെ. എനിക്ക് ഇവിടെ എവിടെയെങ്കിലും പുതിയ എങ്ങോട്ടെങ്കിലും പോവാം. ഇങ്ങോട്ട് പോയാലോ. ഇവിടെ എന്തിനാണ് സാധനം പോയിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോളൂ. ചിലപ്പോൾ പോയി കാണും. എന്തായാലും വാടാ. അത് തന്നെ, വാ. എടാ അങ്ങോട്ട് തിരിക്ക്. ഇങ്ങോട്ട്.
കൂടെ വാ. എടാ 7 വ്യൂസാ മുത്തേ, ഞാൻ എന്ത് പറയട്ടെ. 7 വ്യൂസാടാ എടാ 7 വ്യൂസാ കാര്യം പറയാല്ലേ നിങ്ങളെന്ത്. എടാ ഇനി മുതൽ ലൈവ് കുറച്ച് കൂടുതൽ നേരം ഇടാൻ നോക്കാം കേട്ടാ. അത് നോക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹായ് ബ്രോ നവാബേ എന്തല്ല കയറണ റൂമിൽ കയറി വാടാ. ഓ ഇവിടെ ആയിരുന്നല്ലേ. ഓ ഇപ്പം മനസ്സിലായി. എടാ കേറണ്ട അങ്ങോട്ട് പോവാം കേട്ടാ. താഴോട്ട് വണ്ടി ഇറക്കിക്കൊണ്ട് പോവാ. ട്രോപ്പിക്കിന് ഞാൻ ഇവിടെ എവിടെ സ്ഥലമുണ്ടല്ലോ. ഇവിടെ പോടാ മുത്തേ. കൊള്ളാം ഈ സ്ഥലം കൊള്ളാം. ഇവിടെ കൊള്ളാം. എടാ വണ്ടി ഇതാര് അവൻ തന്നെ. അതന്നെ വന്നോ. വണ്ടി സീനില്ല, അത്യാവശ്യം മര്യാദയ്ക്ക് തന്നെ പാർക്ക് ചെയ്തു. എടാ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഫോട്ടോ ഇങ്ങനെ ആദ്യം പോസ് കൊടുക്കട്ടെ. പക്ഷേ അത് എത്തി കുറച്ചങ്ങോട്ട് മാറിക്കാം. ഞാൻ 3GB RAM ആണ്. ഗെയിം കളിക്കുന്ന ലാഗ് ഉണ്ട്, വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല ബ്രോ. സ്ക്രീൻ റെക്കോർഡ് എടുക്കുമ്പോൾ ലാഗ് അടിക്കണല്ലേ. മനസ്സിലായി. എടാ ഇതെന്തില്ല. എടാ എനിക്കും ലാഗ് ഉണ്ട് കേട്ടോ. എനിക്ക് ലൈവ് കൂടെ ഇടേണ്ട ഒരു ലാഗ് ഉണ്ടോ. ഞാൻ വരാം 5 മിനിറ്റ്. ലൈവും കൂടെ ഇടണേൻ്റെ ഒരു ലാഗാണ് മഷൂദ് എനിക്കുള്ളത്. ഇവിടെ വന്നിട്ടില്ല. എടാ പോല് കുഴി പോയി നോക്കടാ. പറഞ്ഞേ ഞാൻ പറഞ്ഞായിരുന്നു കുഴി പോകുമെന്ന് പറഞ്ഞാണേ. പറഞ്ഞില്ലെന്ന് ഇനി പറയല്ലേ മുത്തേ. എടാ ഞാൻ അറബീൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുക്കണം എന്നാണ് പറഞ്ഞാൽ. പുതിയ അപ്ഡേറ്റ് ഒന്നും ഇല്ല. എടുക്കട്ടെ, ചാൻസ് കുറവാണ്. അറബി ആരെന്ന് അറിഞ്ഞൂടാത്തവർക്ക് നമ്മളെ പണ്ട് തൊട്ടേ ഉള്ളൊരു കട്ട നൻപനാണ് എൻ്റെ. പക്ഷേ CPM 2-ലായിരുന്നു അത് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. CPM 1 വരില്ല വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എടാ പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് മറ്റേ കുറച്ച് വെച്ചാൽ മെയിനായിട്ട് രണ്ടു പേര് ചോദിച്ചായിരുന്നു ഈ സീരിയസ് ആയിട്ട് ചെയ്യാത്തത്. മറ്റില്ല നവൻ വൈറ്റി അല്ലേടാ അവൻ്റെ പേര്. അങ്ങനെ അല്ലെങ്കിൽ സോറി കേട്ടോ, നവൻ വൈറ്റി. ഞാൻ മുമ്പ് വിചാരിച്ച നവീൻ എന്നാണ്. നവനല്ലേ അങ്ങനെയാണ്ടല്ലേ ഇട്ട് വെച്ചേക്കണം. എടാ എന്തായാലും മെയിനായിട്ട് നമ്മളെ CPM-ലെ വലിയൊരു യൂട്യൂബറുണ്ട് മലയാളത്തിൽ, നവൻ വൈറ്റി. ആ മച്ചാനൊക്കെ ഇടണുണ്ടല്ല ഒരു സീരീസ് പോലെ. അതേപോലെ കുറേ മെയിനായിട്ട് എല്ലാ യൂട്യൂബേഴ്സും ചെയ്യോടാ. മറ്റേ സുമതി വളം എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചായിരുന്നു. ചേട്ടാ ഞാൻ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ മെയിനായിട്ട് അവരെല്ലാം അങ്ങനെ ചെയ്യണുണ്ടല്ല. എനിക്ക് അത് ചെയ്യാൻ ടൈം ഓൾറെഡി ഇല്ല. അത് സമയത്തിൻ്റെ ഒരു ഇതുകൂടെ ഉണ്ട്. എന്തായാലും നോക്കാം. മച്ചാൻ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോടാ. ഒന്നും വേണ്ട കുഴപ്പമില്ലടാ. ഒന്നും വേണ്ട കുഴപ്പമില്ല. ഒന്നും വേണ്ട കുഴപ്പം ഇല്ല. ഫോട്ടോ എടുക്കട്ടെ. ഫുഡ് കഴിച്ചോ വരാം. ഫുഡ് ഓർഡർ ശരി നവാബേ. ആയിക്കോട്ടെ. ഇങ്ങോട്ട് പോയിട്ട് ഓരോടത്ത് നമുക്ക് ഓടാം. ഓക്കെ ഇങ്ങോട്ട് പോയിട്ട് ഓരോടത്ത് നമുക്ക് എന്താ ഫോട്ടോ എടുക്കാം. മഷു ഇവിടെ ഒരു ഇതുണ്ടായിരുന്നല്ല മന്തി അല്ല. അത് അങ്ങനെ സെറ്റ് ആയിരിക്കും. അത് കുഴപ്പമില്ല. സെറ്റിങ്സ് നോക്കണം. അതിൽ നല്ല ഫോട്ടോ എടുക്കാം. എടാ നിധി മഷൂദ ആ നിധി എങ്ങനെ എടുക്കും. നിധി കണ്ടാ. നിധിയെ നിക്കേ. നിധി എനിക്ക് എടുക്കണം. അൺഎക്സ്പെക്റ്റഡേ. മഷൂദ് സെറ്റിംഗ്സിൽ പോയി ഹൈഡ് നിക് നെയിം എന്നാ എവിടെ. ഗെയിം പാഡ് ഇഗ്നോർ റൈസിങ് റിക്വസ്റ്റ്. അതെന്താ സാധനം. ഹൈഡ് ചാറ്റ് ഹൈഡ് പ്ലെയർ നിക് നെയിം ഇതാണ്. ഇതാകുമ്പോൾ അവൻ്റെ പേര് ഇതാവുമല്ലേ. ഇത് CPM 2-ലുണ്ടായിരുന്നല്ലേ. ഇപ്പോൾ സെറ്റ്. എടാ ഇത് വേണമെന്നുണ്ടോ. അല്ല ഇത് ഇട്ടാൽ ചിലപ്പോൾ നമ്മളെല്ലാവരും പേര് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടൂല. അതാണ് ഞാൻ പിന്നെ ഫോട്ടോ എടുക്കുന്ന നേരത്ത് വേണേൽ പെട്ടെന്ന് ഇട്ടിട്ട്
അത് കഴിയുമ്പോൾ മാറ്റും. അതാണ് നല്ലത്. നല്ലൊരു പരിപാടിയാണ്. ഇല്ല നമ്മൾ തമ്പനയിൽ സെറ്റാക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ പേരൊന്ന് കിടന്നാൽ ചിലപ്പോൾ തമ്മിലിടമ്പിലൊട്ടയാല. അത് ശരി തന്നെ. ഓക്കെ എന്തായാലും നോക്കാം. അവിടെ കൂടെ എനിക്ക് ഹൈഡ് നെയിം അത് മാറ്റാം. എനിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ. നിധി എവിടെ? നിധി അവിടെ മറ്റേ നീ കണ്ടില്ല ലൈവ്? ഞാൻ അവിടെ സൂം ചെയ്ത് കാണിച്ചായിരുന്നു. എന്താ ഇവിടെ നിധി നേരെ നോക്ക്. അവിടെ ഉണ്ട്. ഡ്രോൺ കാണിച്ചു തരാം. കണ്ട നിധി കണ്ടല്ലേ മുത്തേ? നിധി കണ്ട? ഇനി അങ്ങോട്ടും ഇനിയും ആ നിധി എടുക്കാൻ അതെങ്ങനെ എടുക്കുമെന്നാണ്. നിങ്ങളൊന്നും ഇത് കാണാറില്ല. നിങ്ങളൊക്കെ വർഷങ്ങളോളം കളിക്കണമാരാണ് ഈ ഗെയിമൊക്കെ. അതിന് കൂടുതൽ പേരും ലൈവ് കാണുന്നതിൽ. എന്നിട്ട് നിങ്ങളൊന്നും ഈ നിധിയൊന്നും കണ്ടില്ലായിരുന്ന? ഞാൻ അറിയാതൊരു നിധി കിട്ടുകയും ചെയ്ത്. എന്തൊക്കെയാണെന്നാണ് മുത്തേ കാര്യം പറയാല്ലേ. ഈ ഒരു റിവേഴ്സ് എടുത്ത് പോകണല്ല. ഇവിടെ നിന്ന് വളച്ചെടുക്കാൻ വെള്ളത്തിലായാലും പോയാൽ അത് മതി. എന്തായാലും അങ്ങോട്ട് മുത്തേ അങ്ങോട്ട് വളച്ചെടുക്കാം. എടാ മഷൂദ ഇടിക്കല്ലേടാ. നീ പോ. എനിക്ക് കറക്റ്റ് സ്പോട്ടാണ്. നീ നിൻ്റെ പിന്നാലെ ഞാൻ വരടാ. നീ മുന്നേ പോ, ഞാൻ പിന്നാലെ വരാം. നീതിയുടെ പൊയ്ക്കോ, ഞാൻ ഡ്രൈവ് ചെയ്യാം. ഓക്കെ ആയിക്കോട്ടെ. അതും ഒരു നല്ല കാര്യം. അവൻ്റെ അവിടെ ബഗ്ഗായിരുന്നു കേട്ടാ. ഈ ബഗ് ഇതിലും ഉണ്ടല്ലേ. അവൻ്റെ ക്യാരക്ടർ അവിടെ നിൽക്കണ്. ഞാൻ വണ്ടിയുടെ അകത്ത് നോക്കിക്കോട്ടെ. കണ്ട വണ്ടിയുടെ അകത്ത് കാണാനില്ല. ക്യാരക്ടർ ബഗ് ഉണ്ടോ? ക്യാരക്ടർ ബഗ് ഇതിൻ്റെ അകത്തും ഉണ്ട്. എന്തായാലും നോക്കാം. 8 വ്യൂസ് ആമത്തേ. 8 വ്യൂസ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. കാര്യം പറഞ്ഞു എന്ത് പറയട്ട്. 7 ലൈക്കാ. ലൈവ് ഉടനെ എത്രയായി? ലൈവ് ഉടനെ 38 മിനിറ്റ് ആയി. 38 മിനിറ്റ് കൊണ്ട് ഇത്രയും ഉള്ള പറയല്ലേ. 7 വ്യൂസ്. നോക്കാം. ഇവൻ നിധിയുടെ അടുത്തോട്ട് വണ്ടിയും കൊണ്ട് പോകണുണ്ട്. എടുക്കാം. വണ്ടി കുടിഞ്ഞ അടിപൊളി. എന്തായാലും നിധിയുടെ അടുത്തേക്ക് വേണ്ടി ഫോട്ടോ എടുക്കട്ടെ. വണ്ടി അവിടെ വന്നിട്ട് കുടുങ്ങിയടാ. നിധി ഇറങ്ങി പോണാ? ഇല്ല സീനില്ല. ഈ ഹൈഡ് നെറ്റ് UI ലൊട്ട കാര്യം പറയല ചേട്ടാ. ഹൈഡ് UI ലൊട്ട കാരണം ഇറങ്ങിക്കോ. ഞാൻ വെള്ളത്തിൽ പോവും. ഞാൻ എന്തായാലും പോവാം. ഞാൻ വെള്ളത്തിൽ പോയാൽ ലൊട്ട കാര്യം പറയല്ലേ. നേരത്തെ അവൻ വെള്ളത്തിൽ പോയി, ഇപ്പം ഞാൻ വെള്ളത്തിൽ പോയി. ലൊട്ട ഓർ വാട്ട് ചാറ്റ് മുത്തേ ഫോട്ടോ. ഇത് അൺഎക്സ്പെക്റ്റഡ് ഓർ വാട്ട് മുത്തേ ഉള്ള പറയാല്ലേ. എന്തായാലും ഫോട്ടോ കിട്ടിയിട്ടുണ്ടല്ലേ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇനി പോയി എടുക്കാം. മഷൂദേ വാ. ഓക്കെ എടുത്തോ. 10 വ്യൂസാ മുത്തേ. മഷൂദേ വണ്ടി കൊണ്ട് കയറ്റിയവൻ. സെക്കൻഡ് മാറ്റി. അയ്യോ ഇത് 3000 രൂപയല്ലേ? വെള്ളത്തിൽ പോയി കുഴപ്പമില്ല. 3000 രൂപയാണാടാ. 3000 രൂപയാണല്ലേ? ഇവന്മാർക്ക് സത്യം പറഞ്ഞ് ഇത്തിരിയെങ്കിലും ഇതുണ്ടാടാ. ഇവന്മാർക്ക് ഇത്തിരി കോയിൻ തന്നൂടെടാ. കാര്യം ചോദിക്കണം മുത്തേ. കോയിൻ തന്നൂടെ ഇവന്മാർക്ക്? ഇത്തിരിയെങ്കിലും ഇതുണ്ടാ? കാണിച്ച ട്രഷറൊക്കെ 11 എവിടെയൊക്കെയാണ് കൊണ്ടുവച്ചേക്കണം. ഇവന്മാർ കോയിനായിട്ട് നോക്കണ്ട. 3,56,000 3000 രൂപയാണ് കിട്ടിയ. വാട്ട് ചാറ്റ്. അവൻ എവിടെ പോയിടാം? വെള്ളത്തിൽ നിന്ന് അവനെ വെള്ളത്തിൽ കാണാനില്ല. എവിടെ
വേണ്ട വണ്ടി പറപ്പിച്ചോണ്ട് പറഞ്ഞു. ഒരു ഫോട്ടോ എടുത്തോട്ട് എനിക്ക് ലോങ് ഇതെടുക്കാം. ലോങ് ഇത് കിട്ടില്ല ഒരുങ്ങി കണ്ട മറ്റേ ഈ സാധനം വെള്ളത്തിൻ്റെ ഒരു സാധനമാണ് കാണിക്കണം. പക്ഷേ ഇത് അവിടെ എന്നോ ഫോട്ടോ എടുക്കുവാണ്. തമ്പനയിൽ ഉപകാരപ്പെടാം, കാര്യം പറയാല്ല. 7 വ്യൂസ് ഇടയ്ക്ക് 7 വ്യൂസ് വരണുണ്ട്. ഒരു 10 ഒരുപാട് വ്യൂസ് വരണമെന്നാണ് ആഗ്രഹം. കാരണം വെച്ചാൽ ഒരുപാട് വ്യൂസ് വന്നാൽ നമുക്ക് വാച്ച് അവർ സെറ്റാക്കാൻ പറ്റും. വാച്ച് അവറിന് സെറ്റായി മറ്റേ PC എടുക്കണം. അതിലാണ് മെയിൻ കാര്യം. PC എടുത്താൽ പിന്നെ ഫേസ് റിവീൽ ചെയ്ത് പറയായിട്ട് നമ്മൾ ഗെയിം കളിക്കും. അപ്പോൾ CPM കളിക്കും, CPM അല്ലാതെ കളിക്കും, വേറെ ഗെയിമും കളിക്കും. അത് തന്നെ എന്തായാലും നോക്കാം. മഷൂദ് എന്തെടാ കണ്ടില്ലടാ, മാറിപ്പോയി. എന്തെടാ കണ്ടില്ല. ഇപ്പം ഞാൻ ഡ്രോൺ എന്തിനാ ഇപ്പോൾ വന്നല്ല, ശ്രദ്ധിച്ചില്ല. ഇപ്പം എന്തിനാ വന്നല്ല, എന്തിപ്പോൾ വന്ന കണ്ടില്ല. എന്തിപ്പോൾ വന്ന കണ്ടില്ല. മഷൂദേ എന്തെങ്കിലും മഷു ആണ്ട് സെൻറ്റി പുറപ്പെടുന്നേ മുത്തേ. 5 ലക്ഷം രൂപ, 5 ലാക്ക് മുത്തേ. താങ്ക്സ് എടാ മഷൂദേ. അടച്ചേ താങ്ക്സ് എടാ മഷൂദേ. ഞാൻ അടിച്ച ചില സ്പെല്ലിങ് ആയിട്ട് എന്തായാലും ഇത് താങ്ക്സ് എടുക്കാം. താങ്ക്സ് കാര്യം പറയാല്ലേ. 5 ലക്ഷം രൂപ. ഇപ്പോൾ പൈസ നോക്കണം എത്ര, 8,56,258 രൂപയുണ്ട്. നേരത്തെ നമ്മളെ അരുൺ കൊണ്ടുവന്ന വണ്ടിക്ക് 2 മില്യൺ അല്ലേ സെറ്റാക്കാം. ഒന്നെങ്കിൽ അത് വാങ്ങിക്കാൻ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സിറ്റിയിൽ പോയിട്ട് സിറ്റിയിൽ ഇവിടെ ഒരു വീടുണ്ടല്ലോ മഞ്ഞിലാങ്ങനം, അത് പോയി വാങ്ങിക്കുക, എന്തെങ്കിലും ചെയ്യാം. എന്തായാലും താങ്ക്സ് എടാ, വെൽക്കം എടാ. ഓക്കെ മഷൂദേ. ആരും വരണില്ല കേട്ടോ, കാര്യം പറയാല്ല. അരുണാണ് എൻ്റെ അടുത്ത് ഒരുപാട് തവണ റൂമിടെന്ന് പറഞ്ഞു. എന്നിട്ട് അരുണെ കാണാനില്ലേ, എന്ത് പരിപാടിയടാ. എൻ്റെ 37 മില്യൺ ഉണ്ട്, ക്യാഷ് വെച്ചോ. ഓടാ ഓക്കേടാ. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഭാവിയിൽ ഞാൻ റിച്ചാ കയറാന്നല്ലേ ഉള്ളൂ. റിച്ചാവാ. ഇടിച്ചനെ. വണ്ടി കൊണ്ടു ശ്രദ്ധിച്ചു കൊണ്ടോ. സ്പീഡ് അങ്ങ് കൂടുതലാണ് കേട്ടോ. നമ്മൾ പതിയെ എടുത്ത പോലെ അങ്ങ് കയറുകയാണ്. ആദ്യം മഷൂദ് പോട്ടെ. മഷൂദ് പോയിട്ട് ഞാൻ പോകും. അതാണ് എടാ മഷൂദ് ആദ്യം പോകും. നീ ആദ്യം ഇറങ്ങും. നീ ഇറങ്ങിയിട്ട് ഞാൻ വരാം. ഇല്ലെങ്കിൽ ചില വണ്ടി ഇടിച്ച് അവിടെ നിൽക്കില്ല, ഒട്ടയാവും. ഇത് ഇറങ്ങി മുത്തേ ഡബ്ല്യൂ ആയി ഇറങ്ങിയോട്ട്, കാര്യം പറയാലോ. ഇപ്പം വീണേനെ കാർ. എന്തൊരു സാധനം കിടക്കണല്ലേ ഇവിടെ മഷൂദേ. ഒറ്റ 10 100 എടാ മഷൂദ് ഉണ്ടല്ല. മഷൂദ് എനിക്ക് താങ്ക്സ് പറഞ്ഞു കേട്ടാ. താങ്ക്സ് എടാ മഷൂദ് എനിക്ക് ആദ്യം 5 ലക്ഷം രൂപ അയച്ച്, എന്നിട്ട് 1000 രൂപയ്ക്ക് എനിക്ക് ആ വണ്ടിയും കൂടെ തന്നടാ. എന്ത് പറയട്ടെ മുത്തേ. എടാ ഡബ്ല്യൂ താങ്ക്സ് എടാ മഷൂദേ. W ചാറ്റ്. സംസാരിച്ച് കൊണ്ടായിരുന്നു. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. പോവാൻ പാ. നീ ഇവിടെ അങ്ങനെ വന്നിട്ടില്ലല്ലേ. ഞാൻ ഇവിടെ വന്നിട്ടില്ല ഏട്ടാ, കാര്യം പറയാല്ലേ. വരാത്തടത്ത് നമുക്ക് വരാം. അത് തന്നെ സത്യം പറഞ്ഞാൽ ഒരു 5, 6, 7, 10 സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെയൊക്കെയാണ് ഇവിടെ വരാനുള്ള ഗ്യാങ് ആയിട്ട്. മനസ്സിലായില്ലേ. വണ്ടിയൊക്കെ നേരായിട്ട് നിർത്തി W ആയിട്ട് എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ലൈവ് തുടങ്ങി ഒരു 5, 10, 15 മിനിറ്റ് കഴിഞ്ഞൊക്കെ ഇതാക്കാന്ന്. കുഴപ്പമില്ല. എന്തായാലും ഇനി വരണമെങ്കിൽ വരട്ടല്ല. ഇനി കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇനി കൂടുതൽ പേര് വരണം. നിൻ്റെ ഇൻസ്റ്റ ഐ ഡി കൊണ്ടാന്നാ എടാ. എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അയച്ചു തരാം. എടാ ഇൻസ്റ്റ ഐ ഡി IG Red Fox. എടാ എൻ്റെ ഇൻസ്റ്റ ഐ ഡി IG Red Fox എന്നാണ്. അത് നിനക്ക് ഇനി അടിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാണ് ഈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ കിട്ടും. ഓക്കെ എടാ, എല്ലാവർക്കും നോക്കിയാൽ താല്പര്യമുണ്ടെങ്കിൽ പോയി ഫോളോ ചെയ്തോ, അത്രയേ ഉള്ളൂ. എങ്ങോട്ട് പോവാ മുത്തേ? എടാ ഇവിടെ നിന്ന് ഇറങ്ങിയാലാ? ഇവിടെ നിന്നിട്ട് എന്തിനും ഇവിടെ നിന്ന് ഇറങ്ങി. ചെറിയ തട്ട്, കുഴപ്പമില്ല. വലിയ തട്ടൊന്നും തട്ടിയില്ല. എന്തായാലും ഇവിടെ നിന്ന് വച്ച് പിടിക്കാം. മഷൂദേ ലൈവ് കാണുവാണെങ്കിൽ കൂടെ വന്നോ, നമുക്ക് ഇവിടെ നാനങ്ങാട്ടാനും പോവാം. ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നീ ലൈവ് കാണുമായിരിക്കുമല്ലേ? ലൈവ് കാണുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഇവിടെ ചെറിയ ലാഗ് അടിക്കണം. എന്തിങ്ങനെ അടിക്കണം? എടാ എനിക്കും ചെറിയ ലാഗും ചെറിയൊരു ശതമാനം ഗ്ലിച്ചൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നവർക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടോ അതോ കളിക്കണമെങ്കിൽ പെട്ടെന്ന് ആ ഒരു ലാഗിൻ്റെ ഈ സാധനം മനസ്സിലായില്ലേ? വരുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും. എന്തായാലും അങ്ങോട്ട് പോവാം.
154. പതിയെ പോടാം, വണ്ടി ഇടിച്ച് നമ്മൾ എഞ്ചിനും ലൊട്ടയും തോലപ്പിക്കണം. നമുക്ക് പതിയെങ്കിൽ പതിയെ അങ്ങ് പോവാം, മനസ്സിലായില്ലേ? അതല്ലേ നല്ലത്, അതാണ് നല്ലത്. എങ്ങോട്ട് പോകണം മുത്തേ? എനിക്ക് ആദ്യം വണ്ടി നിർത്തിയില്ല. മഷൂദ് കൂടാറുണ്ടല്ലോ, പറഞ്ഞുണ്ടായിരിക്കും. എന്തായാലും എനിക്ക് ഞാൻ ഒന്ന് കൂടെ വരുമല്ലേ? മഷൂദ് കൂടെ വരുവാണെന്ന് എനിക്ക് വേണം, എന്തോ അറിഞ്ഞോളൂ. എന്തായാലും വരുമായിരിക്കും. നമുക്ക് എവിടെ പോവാം? എടാ ഈ വീട് വാങ്ങിച്ചാലാ? ഈ വീട് വാങ്ങിക്കാം. എടാ മഷൂദ് പൈസ തന്നിട്ട് ഞാൻ മറന്നിക്കേ. മഷൂദേ വാടാ, കൂടെ വന്നോ ഏട്ടാ, കൂടെ വന്നോ. എടാ വരണമെങ്കിൽ വന്നോ ഏട്ടാ, ഞാൻ കാര്യമായിട്ട് പറയുവാണ്. നിങ്ങൾ വരണമെങ്കിൽ വാ. ഞാൻ വീട് വാങ്ങിക്കാൻ പോവാണ്, മഞ്ഞിൽ വീട് വാങ്ങിക്കാൻ പോകണം. ഇപ്പം എൻ്റെ 8 ലക്ഷം രൂപയുണ്ട്. മറ്റേ അരുൺ കൊണ്ടുവന്ന വണ്ടി ഞാൻ പിന്നെ പൈസ ഉണ്ടാക്കി വാങ്ങിച്ചോളാം. ഇപ്പം എന്തായാലും നമുക്ക് വീട് വാങ്ങിച്ചിട്ട് അതിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ നമുക്ക് ഇന്നൊരു ഫോട്ടോ എടുക്കാം. W അല്ലേ? ആ W ആണ്. ഞാൻ എന്ത് പറഞ്ഞാലും ശരി, ആ W ആണ്. കാര്യം പറയാം, വരണമാര് വന്നോ. ഞാൻ എന്തായാലും ഇപ്പം ഇവൻ വരുമല്ലോ. ഇവൻ എന്തായാലും ഇപ്പോൾ വരും. മഷൂദ് എന്തായാലും വന്നോളും. അവൻ്റെ വണ്ടീനെ അവിടെ സ്റ്റക്കാനോ കിടക്കുവാണ്. ഇല്ല ചാറ്റെങ്കിൽ അവൻ പറയൂല, എന്തെങ്കിലും ചാറ്റിട്ട് പറയൂലേ മുത്തേ. ഞാൻ പിന്നെ എൻ്റെ നൻപൻ അറബിക്ക് ചാറ്റിടാൻ പറ്റില്ല, അങ്ങനെ എന്തിനാ ലൊട്ട പറഞ്ഞായിരുന്നു. അതെന്താണെന്ന് അറിഞ്ഞൂടാ. എന്തോ എന്തായാലും നോക്കാം, അത് പിന്നെ നോക്കാം. അവന് വേറെ അക്കൗണ്ടാണ്, അതിൽ കൂടെ ഇടാന്നല്ലേ ഉള്ളൂ. എന്തോ എനിക്കറിഞ്ഞൂടാ. എന്തായാലും നോക്കാം. എടുക്കാമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരറിവും ഇല്ല. എടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ചാൻസ് ഇല്ലടാ, അവന് ചാൻസ് ഇല്ല. ഉള്ള പറയാലോ മുത്തേ, ചാൻസ് ഇല്ല. അപ്പോൾ എടുക്കുമെന്ന് ചുമ്മാ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നാം. എടുക്കണമെങ്കിലും ഇനി എടുത്താൽ അത്രയ്ക്കിത് പറഞ്ഞെടുത്താൽ പോലും ചിലപ്പോൾ ഒരു 2 നേരം കളിച്ചിട്ട് വച്ചിട്ട് പോടാ. മച്ചാ ലോക്കായി എന്തോ പറ്റി? നീ വരാം, ഞാൻ വരണോ? ബ്രോയുടെ പേരിൽ വണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് അരുൺ നായർ. ഓക്കെ. എടാ അരുൺ നല്ല ഇതാണ്ട്രാ, കാര്യം പറഞ്ഞില്ല. അരുൺ നന്നായിട്ട് വർക്ക് അറിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. എടാ അരുണെ നീ കണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ എനിക്ക് പണിഞ്ഞെന്ന വണ്ടി ഉണ്ടല്ലേ, അത് ഞാൻ വേൾഡ് സെയിലിൽ ഇട്ടിട്ടുണ്ടേ. അത് അങ്ങനെ വിറ്റ് പോയാൽ ഞാൻ കാര്യം പറയൂടെ എൻ്റെ പൊന്നോ, അത് ഭയങ്കര കാര്യമായിരിക്കും. ഉള്ള പറയാല്ലേ. എവിടെയാണ്? എടാ ഞാൻ മഞ്ഞിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് വീട് വാങ്ങിക്കാൻ. എൻ്റെ കൂടെ മഷൂദ് പറഞ്ഞുണ്ട്. എടാ ലോക്കായി ഞാൻ വരാം, കാര്യം പറയാല്ലേ. നമ്മളവിടെ ഹെൽപ്പ് ചെയ്യടാ പോയിട്ട്. ഞാൻ വരാം കൂടെ അങ്ങോട്ട് വരാം. എനിക്കടാ എന്തായാലും നീ ഇങ്ങോട്ട് വന്നോ വരണമെങ്കിൽ ഞാൻ വരാം. ഞാൻ അവൻ്റെ വണ്ടി എന്തായാലും ലോക്കായെന്നാണ് പറഞ്ഞേക്കണം. അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. സീനായ എന്തോ. എടാ അയ്യോ ഓടിച്ച്. ഓക്കെ വാ കൂടോ. ഷൂ സെറ്റ് നെട്ടിച്ചോണ്ട് അപ്പോൾ സെറ്റ്. ഓക്കെ മഷൂദേ ഇപ്പോൾ കൂടാടാ. ബ്രോ എത്തിയിട്ട് ഞാൻ പുതിയ കാർ സെറ്റ് ആക്കിയിട്ടുണ്ടേ. ഓക്കേടാ. ഓക്കെ. മഷൂദ് വന്നോളൂ ഇരിക്കുമല്ലേ. അപ്പം നമുക്ക് നിങ്ങളും കൂടെ കയറിയൊക്കെ വേട്ടാ. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും നവാബ് ഒരു ചാറ്റിട്ടിട്ട് പിന്നെ എങ്ങോട്ടാ പോയി. നവാബ് ഇതുവരെ വന്നില്ല. നമ്മുടെ അദ്വൈതിനെയും കാണാനില്ല. അവരൊക്കെ വരുമായിരിക്കും, കുറച്ചുകൂടെ കഴിഞ്ഞായിരിക്കും പറഞ്ഞാൽ. ബ്രോ താ എന്നാ മനസ്സിലായടാ. കേലപ്പോ എന്നാ ഇതെപ്പെടെന്ന്. എടാ വേണ്ട നവാബ് അങ്ങ് പോകണം. നിൽക്കേ എന്തിനു സംഭവിച്ചത്? എനിക്ക് ഒരു സെക്കൻഡ്. കങ്കലേഷൻ അവനെ ന്യൂ കാർ. ഏത് കാറേന്ന് മനസ്സിലായില്ല. അവയെവിടെ? കേലപ്പോ വാണ്ട് സെൻഡ് യു. എന്തൊരു വൈ മോനെയാ, യു മോനെയാ, എന്തൊരു സാധനം മനസ്സിലായ. 1 10 100 1000 14 ലക്ഷം 2 ലക്ഷം രൂപ. 2 ലക്ഷം അല്ലേ? ഓ 10 ലക്ഷം രൂപ മുത്തേ. ഉള്ള പറയാല്ല. 10 lakh rupees. ഐ ആം ഗോയിങ് ടു ബൈ എ ന്യൂ ഹൗസ്. വാട്ട് ഈസ് ദിസ്? ചാറ്റ് നോക്കാം. ഓ ബ്രോ താ. എടാ കിട്ടി. ബ്രോ താ എന്നാ ഒരു സെക്കൻഡ് നിൽക്കടാ. എന്തിനു തരാനടാ? ഞാൻ ആദ്യം വീട് വാങ്ങിച്ചിട്ട് തന്നാൽ പോരെടാ. ഓക്കെ എടാ വെയിറ്റ് ആക്കടാ, പിടപ്പിക്കാടാ അങ്ങോട്ട് പോട്ട്. എടാ മച്ചാനെ അരുണെ, നിൻ്റെ വണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. നീ എവിടെ നിൽക്കണ? നീ ഇങ്ങോട്ട് വാ, നമ്മൾ മഞ്ഞിൻ്റെ അങ്ങോട്ട് വാടാ. അങ്ങോട്ട് വാ. വണ്ടി എനിക്ക് കിട്ടിയടാ, കൊള്ളാം. നീ കണ്ടില്ല വണ്ടി വിൽക്കാൻ ഒരു ഓപ്ഷൻ കാണിച്ചതേ ഉള്ളൂ. ലോബിയിൽ പോയി നോക്കണം. എടാ നോക്കാം. ഞാൻ ഇപ്പോൾ എന്തായാലും ആ വീടൊന്ന് വാങ്ങിച്ച് അവിടെ പോയിട്ട് 2 ഫോട്ടോ എടുക്കട്ടെ. പൈസ ഉള്ളതല്ലേ. അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് എടുക്കാം.
നാ 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 നാ. ഇടിക്കല്ലേ, ഇടിക്കൂല. ഓ നമ്മൾ വിചാരിച്ച അടിൻ്റെ അവൻ്റെ ലോട്ട ഇടിക്കലെന്ന് വിചാ. എടാ ചെറിയ തട്ടുണ്ട് കേട്ടാ. എടാ എനിക്ക് മൾട്ടിപ്ലെയർ വീട് വാങ്ങാൻ പറ്റുമല്ലോ, സിംഗിൾ പ്ലെയർ മാത്രമല്ല മൾട്ടിപ്ലെയർ വാങ്ങിക്കാൻ പറ്റൂല. എടാ മൾട്ടിപ്ലെയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് സംശയമുണ്ട് കേട്ടാ. അയ്യോ അതിന് ലൊട്ടയാവുമെന്ന് എനിക്ക് വന്ന വേസ്റ്റ് ആവും. ഇല്ല ഉണ്ടെന്ന് തോന്നണം. മൾട്ടിപ്ലെയർ വാങ്ങിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണം. കാര്യം പറയാനല്ല, വണ്ടി മഞ്ഞടിക്കൂ. ഇല്ല എടാ ചാടി കയറാൻ പറ്റല്ല ലൊട്ട. കുത്തിയ ഒരു ഫോട്ടോ എടുത്തോട്ടെ. എടാ കാർ പോയാ ഡ്രോണിൽ തൊട്ടപ്പോൾ മാറിപ്പോയി. ന്യൂ ഹോമേ എടാ ഫസ്റ്റ് ഹോമേ അണ്ണാ മൈസ്. ശരി എടാ മൈസാടാ. മനസ്സിലായടാ മൈസാ എന്തോന്ന് നീ ഉദ്ദേശിച്ച മൈസാ മനസ്സിലായില്ലടാ. ബൈ ഹോം എടാ മുത്തേം ബൈ ഹോം ഞാൻ പോണേ. ഫസ്റ്റ് ഹോമേ ബ്രോ യു ആവണേ ന്യൂ ഹോം. കേറി വാ മച്ചാനെ. ഞാൻ മണി സെൻഡ് അയച്ചായിരുന്നു. കിട്ടിയായിരുന്നു. എടാ ഇവിടെ എവിടെ വീട്ടിൻ്റെ മുകളിൽ കാണാം മുത്തേ. എടാ എൻ്റെ വീട്ടിലോട്ട് വെൽക്കം. എടാ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് വാടാ എൻ്റെ വീട്ടിലോട്ട്. നിങ്ങൾ വരാത്തത് ഫസ്റ്റ് ഇടേ നമ്മൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ വാ. കണ്ട മഷൂദ് എന്നെക്കാളും മുന്നേ വീട്ടിൻ്റെ അവിടെ വന്നിപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ കോണിപ്പടി എവിടെ നമ്മൾ കയറി. അത് തന്നെ എടാ ഇവനിതെല്ലാം അറിയാടാ. എൻ്റെ വീട് കാണിച്ചല്ലോ, മഷൂദിൻ്റെ കാണും ഉറപ്പാണ്. അരുൺ നായർ ബ്രോ ഫോൺ മൈക്ക് ശരിയാ. മൈക്ക് എന്നാണ് ഉദ്ദേശിച്ച മൈക്ക് എന്നായിരിക്കും. ഇപ്പോൾ മൈസ് ഓക്കെ മൈക്ക് ഓക്കെ ശരി ഓക്കെടാ ഓക്കെ എന്തായാലും എടാ അവൻ എന്തോ പറ്റി ബഗ് അടിച്ചാ. മഷൂദ് എന്താ അടയ്ക്കണ അറിഞ്ഞൂടാ. ഫോൺ ഓഫായെന്നാ. എൻ്റെ ഫോൺ ഓഫായി പോയി. ഇല്ലല്ലോ എൻ്റെ ഫോൺ ഓണാണല്ല. എൻ്റെ ഫോൺ ഇല്ലല്ലോ. ലൈവ് പോട്ട് ഇല്ലല്ലോ ഒന്നും ഓഫായില്ലല്ലോ. എന്തോ പറ്റി? നിൻ്റെ ഫോൺ ഓഫായെന്നാണ് ഉദ്ദേശിച്ച. ഞാൻ ഒരു സെക്കൻഡ് മൈക്ക് പോയാ. എൻ്റെ മൈക്ക് അടിച്ച് പോയാ നീ? ഇല്ല ഇപ്പോൾ ലൈവിൽ സൗണ്ട് നോക്കിയോ മൈക്ക് ഉണ്ടല്ലോ. മൈക്ക് സെറ്റാണല്ലോ. എന്താടാ പറയണം മനസ്സിലായില്ലല്ലോ. ഫോൺ ഓഫായി. അതെ ഓടാ നിൻ്റെ ഫോൺ സീനായെന്നല്ലേ. അതാണ് അത് അങ്ങനെയാണല്ലേ. ഓക്കെ എടാ ഇതിനകത്ത് ജിം എവിടെ? എന്തായാലും ഫോട്ടോ എടുത്തിട്ടേ പോകും. കാര്യം പറയല്ലേ ഫോട്ടോ ഇത്രയും നമ്മൾ വന്നിട്ട് പിന്നെ ഫോട്ടോ എടുക്കാതിരുന്നാൽ ഒട്ടാവൂലേ. ഇത് കൊള്ളായിരിക്കും. അവിടെ ഇപ്പം വ്യൂസ് 4 വ്യൂസ് കുറഞ്ഞ് പോവുകയാണ്. എന്തോ അറിഞ്ഞൂടാ. എന്തായാലും നോക്കാടാ നമുക്ക്. അയ്യോ ഒരു നല്ല ബോസ് ഉണ്ടായിരുന്നില്ല. ഒട്ട മണ്ടത്തരം കാണിച്ചു കൊടുത്ത്. എടാ മഷൂദിന് ബഗ് അടിച്ചാൽ കേട്ടാ. മഷൂദിന് ബഗ് അടിച്ചാൽ അവിടെ വേണ്ട നിൽക്കണം. ബ്രോ ഞാൻ പൈസ അയച്ചായിരുന്നു കിട്ടിയോ? അത് മുമ്പത്തെ മെസ്സേജാണ്. എടാ കിട്ടിയായിരുന്നു നീ കിട്ടിയായിരുന്നു. എടാ മഞ്ഞിൽ ഒരുപാട് അടുത്ത് പോവാണ്ട് കേട്ടാ. സത്യം പറയാല്ലേ. സെറ്റാക്കാം. മഷൂദിന് ബഗ് അടിച്ചെന്നോ കേട്ടാ. 200K ഗെയിമിൽ. എടാ കിട്ടിയതാണ് കാണിച്ചു തരാം. നേരത്തെ 8 ലക്ഷമായിരുന്നു. ഇവിടെ അപ്പോൾ 10 ലക്ഷം. ഇതുണ്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം 5,55,000. നേരത്തെ 10,000 കിട്ടിയായിരുന്നു. എനിക്ക് കിട്ടിയായിരുന്നു. ഞാൻ വന്നു ബ്രോ. KL വിസാഡ് വൈറ്റി. ഓക്കെ നീ ഇവിടെ റൂമിൽ വന്നാ അതാ ലൈവിൽ വന്നാ നോട്ടെ. ഇല്ല ഓക്കെ ഞാൻ വന്നു. ഓക്കെ ബ്രോ. വിസാഡേ നീ നേരത്തെ ഫ്രണ്ടാക്കുമെന്ന് ചോദിച്ചല്ലേ. നീ വാടാ ഗെയിമിൽ വാടാ. ഗെയിമിൽ അതെങ്ങനെ തന്നെ ഫ്രണ്ടാക്കണ? ഫസ്റ്റ് എനിക്ക് ഇവിടെയൊക്കെ വന്ന് നിന്ന് ഇപ്പോൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ മെമ്മറി സത്യം പറഞ്ഞാൽ ഈ CPM 1ൻ്റെ മെമ്മറിയാണ്. CPM 2 ഉണ്ടല്ല. അതിൽ ഞാൻ കളിച്ചു തുടങ്ങിയ സമയത്ത് ആദ്യം വാങ്ങിച്ച വീടും ഈ വീടാണ് CPM 2ലും. അതിലും നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഞാനും കാട്ടറബിയൊക്കെ ഉണ്ട്. അവനും ഇവിടെ നിന്നൊക്കെയാണ് നമ്മളൊന്ന് ഫോട്ടോ എടുത്തൊരു മെമ്മറി ഉണ്ട്. ആ മെമ്മറി
ഹിറ്റിംഗ് ഹാർഡറാണ് മുത്തേ, മനസ്സിലായില്ലേ? ഫസ്റ്റ് ആ ഒരു മെമ്മറിയാണ്, കാര്യം പറയാല്ലേ ബ്രോ. എൻ്റെ വണ്ടി എടുത്ത് ലോണ്ട് വാ. എടാ നിൻ്റെ വണ്ടി ഞാൻ എടുത്തുകൊണ്ട് വരാൻ, മനസ്സിലായില്ലടാ ബ്രോ. എൻ്റെ മനസ്സിലായി നിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വരാൻ. ഓക്കെ അങ്ങനെ ബ്രോ. റൂമിൽ എങ്ങനെയാണ് കയറുക? എടാ അതും കൂടെ പറഞ്ഞില്ല. എന്തായാലും മഷ്റൂം എടാ സോറി മഷ്റൂമെന്ന് സോറി എടാ മഷ്റൂം എടാ സോറി, നിൻ്റെ പേര് എനിക്ക് പറയാൻ പറ്റി തെറ്റിപ്പോണ കേട്ടോ, സോറി എടാ. മഷ്റൂമെന്ന് സോറി. അവനും മഷ്റൂമിനും വഗ്ഗടിച്ചാണ്ടിരിക്കുവാണെന്ന് തോന്നുന്നു, അതാണ്. കൊണ്ടുപോവാ, ഞാൻ നോക്കട്ടെ എൻ്റെ വണ്ടി. ചാറ്റ് നമ്മുടെ സബ്സ്ക്രൈബർ വഴി അരുൺ രണ്ടാമത്തെ തവണ എനിക്ക് വേണ്ടി പണിഞ്ഞു നിൽക്കണ വണ്ടി കണ്ടാൽ മുത്തേ, കാര്യം പറയില്ല. മോൺസ്റ്റർ എനർജി റെഡ് ഫോക്സ് ഹോണ്ട ദ ലോഡ് 20 റെഡ് ഫോക്സ് ഡിസൈൻ റൈഡർ ഹിറ്റ്. എടാ കളർ നീ വച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പച്ച കളറിൽ ഇത് ഇത്രയും ചെയ്ത് കൊള്ളാം കേട്ടോ. എടാ നിനക്ക് സത്യം പറയില്ല, നിനക്ക് നല്ല ഇതുണ്ടാ. ഞാൻ കാര്യം പറയാനില്ല, നീ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചുമ്മാ ലൊട്ട പറയണല്ല. അഴുക്കുകയാണെങ്കിൽ നമ്മൾ അഴുക്കുകയെന്ന്, അല്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ലെന്ന് അങ്ങനെ പറയുക. ഒട്ടും ഇഷ്ടപ്പെട്ടില്ലേ പോലും നമ്മൾ ശരി ഇത് കുഴപ്പമില്ല അങ്ങനെ ഓക്കെ, അല്ല കൊള്ളത്തില്ല അങ്ങനെ പറയും. ഇത് കൊള്ളാം, ചുമ്മാ പറഞ്ഞല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടോ. സബ്സ്ക്രൈബേഴ്സെ നിങ്ങൾക്ക് എങ്ങനെ എടാ ലൈവ് കാണുന്നവരോട് പറയണത് എങ്ങനെ ഉണ്ടാ? എനിക്ക് ഇഷ്ടപ്പെട്ടോ. എവരി വൺ ക്യാൻ ഫ്ലൈ ബൈ ദ ലോഡ്. ഇതൊക്കെ എന്ത്, എനിക്ക് വയ്യേ. ഓക്കെ കൊള്ളാം. എന്തായാലും കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി എടുത്ത് തന്നെ വരാം. എടാ ഇനി റൂമിൽ കയറണം എങ്ങനെയെന്നോട് എന്നെ കാണിച്ചു തരാം. നമ്മളെ ചോദിച്ചായിരുന്നല്ലോ മറ്റേ നൈഫ് വൈറ്റ് ഗെയിമിങ് ID എന്താ ബ്രോ? ഇഫ് ഐഡിയാ കൊണ്ടുപോവാ. ഓക്കെ എടാ KLBസാടെ റൂമിൽ കയറണം കാണിച്ചു തരാം ഓൺലൈൻ ഗെയിമിൽ. എടാ എൻ്റെ ID വേണ്ട, നിനക്കിപ്പോൾ കാണാമെന്ന് വിചാരിക്കണം. നോക്ക് കാണാമല്ല. എടാ റൂമിൽ കയറണം എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ എൻ്റെ ID ഫ്രണ്ട് ആക്കി വെക്കണം. എൻ്റെ ID ഉണ്ടല്ലോ അത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഫ്രണ്ട് ആക്കണം. ഇവിടെ ആഡ് ടു ഫ്രണ്ട് ബൈ ID ഉണ്ടല്ലോ അതിൽ തൊടണം. എൻ്റെ ID അടിക്കണം. എൻ്റെ ഓക്കെ തൊടുമ്പോൾ ഫ്രണ്ട് ആവും. അതിനുശേഷം ഗെയിമിലൊന്ന് ഇറങ്ങിയിട്ട് കയറിയിട്ട് ഇന്ത്യൻ സെർവർ ഇടണം. എന്നിട്ട് അപ്പം ഇന്ത്യൻ സെർവർ ഇടുമ്പോൾ എന്നെ നോക്കുമ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് കാണിക്കും. അതിൽ തൊടുമ്പോൾ പാസ്വേഡ് അടിക്കാൻ വരും. ആ പാസ്വേഡ് അടിക്കാൻ വരുമ്പോൾ വേണ്ട എൻ്റെ പാസ്വേഡ് 77 അത് അടിക്കുക. എന്നിട്ട് ഇതാണ്ട ഇവിടെ ഡെസർട്ട് അതിൽ തൊട്ടാൽ മതി. ഡെസർട്ട് നീ തൊടണ്ട, ആ പാസ്വേഡ് അടിക്കുമ്പോൾ തന്നെ നീ ഓൾറെഡി ലോഡിംഗ് എന്ന് കാണിക്കും. അങ്ങനെ നിനക്ക് റൂമിൽ വരാൻ പറ്റും. സിമ്പിൾ ആ സ്റ്റാർട്ട്, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒരു എല്ലാവർക്കും അറിയാവുന്നില്ല. അതൊക്കെ നിങ്ങൾ നിങ്ങൾ എന്നെക്കാളും മുന്നേ. ഞാൻ എത്ര ദിവസം മുന്നേ ഗെയിം കളിക്കാൻ തുടങ്ങി? എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കണം. ഞാൻ 2-3 ദിവസം മുന്നേ ഗെയിം കളിക്കാൻ തുടങ്ങി. എൻ്റെ അടുത്ത് നിങ്ങൾ വീണ്ടും ചോദിക്കണം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ എത്ര ദിവസം കൊണ്ട് ഗെയിം കളിക്കണമാരാണ്? അവിടെ കൊള്ളാൻ കണ്ടത് ഇനി ഇൻറ്റീരിയർ എപ്പോഴും ഡൗൺലോഡ് ചെയ്യാൻ മറന്നു. ഇനി ഒന്നുകൂടെ ഇറങ്ങണ്ട. സബ്സ്ക്രൈബേഴ്സ് ചിലവ് കയറി വന്നാലേ കുറേ വണ്ടിയുടെ ഇൻറ്റീരിയർ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. കാര്യം പറയല്ലേ. 8 വ്യൂസ്. ഓക്കെ കൺട്രോളിങ്. എടാ ഇനി കുറച്ച് കൺട്രോളിങ് ബുദ്ധിമുട്ടാണ്. അത് ഈ മറ്റേ ഗെയിം കളിച്ചിട്ട് ഈ ഗെയിമൊന്ന് കളിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് വ്യത്യാസമുണ്ട്. എന്തായാലും നോക്കാം. എല്ലാ വണ്ടിയും അത്ര പെട്ടെന്ന് കൺട്രോളിങ് വശം ശരിയാവില്ല. അതാണ് 6 വ്യൂസ്. 6 വ്യൂസൊക്കെ തന്നെ സന്തോഷം. ഇപ്പോൾ കയറാം. ഓക്കെ നിനക്ക് മനസ്സിലായല്ലോ. എടാ ഇത് അത്ര വലിയ പാടൊന്നുമില്ല. പണ്ട് എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ നമ്മുടെ നൻപന്മാർ പറഞ്ഞാണ് എനിക്ക് മനസ്സിലായത്. പണ്ടെന്ന് പറയുമ്പോൾ 2-3 വർഷം മുന്നൊക്കെ ഈ ഗെയിം ആദ്യമായിട്ട് കളിച്ച സമയത്ത് എനിക്ക് ഒരു സെക്കൻഡ്. ടയറേ പോയതാ, സോറി ശരിയാക്കാൻ പറഞ്ഞോടാ. അതൊന്നും കുഴപ്പമില്ല. നീ ഇത് സെറ്റ് അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം, ഒന്നും കുഴപ്പമില്ല. നമുക്ക് എടാ ഈ വീലിട്ട് ഓടിച്ച് ഞാൻ അതെനിക്ക് ട്രെയിനിങ് ഇല്ല. ഞാൻ മെയിനായിട്ട് ആരും ഇട്ടാണ് കളിച്ച് ശീലിച്ചത്. അത് ശരിയായില്ല. വീലിട്ടായിരുന്നു കളിച്ച് സെറ്റാക്കുക. ഇനി വീലിട്ടൊന്ന് കളിച്ച് സെറ്റാക്കണം. കാര്യം പറയാലോ. എന്തായാലും നോക്കാം. അവിടെ വണ്ടി വളഞ്ഞങ്ങ് പോയി കേട്ടോ. അത് നിങ്ങൾ കണ്ടാ? വളഞ്ഞങ്ങ് പോയടാ. സെറ്റാ, കുഴപ്പമില്ല. എനിക്ക് റൂമിലാരെങ്കിലും വന്നാ? ഞാൻ ഇപ്പോൾ എവിടെ ഇരിക്കണ? എടാ കാർലോസാ? എടാ ആദ്യമായിട്ട് പറഞ്ഞേണ കാർലോസ്. ഇപ്പോൾ കണ്ടില്ലല്ലോ. ഞാൻ എവിടെ ഇരിക്കണ? ഇവരിത് എവിടെ ഇരിക്കണ? എടാ നിങ്ങളെവിടെ ഇരിക്കണേടാ? കാർലോസ് ഇപ്പോൾ എവിടെ ഇരിക്കണ? അയ്യോ കാണാനില്ലേ. പരിപാടിക്കും എന്നെ എന്തായാലും കാണാനില്ല. ഞാൻ ഇന്നടത്താണ് നിൽക്കണം. അപ്പം നിങ്ങൾ നോക്കിയൊക്കെ വാ. ഇൻസൈഡ് വേണ്ട, 2 ഇട്ട് പോവാം. ഇത്തിരി കൺട്രോൾ ഇത്തിരി കുഴപ്പമില്ല, നോക്കാം.
മറ്റേ കാർലോസ് എന്തായിട്ടോ എനിക്ക് ഓടാ ഇങ്ങോട്ട് വണ്ടി വളച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം. ഒരു സ്പോട്ട് സെറ്റാക്കി അങ്ങോട്ട് പോവാം അല്ലേ? അതാണ് ഒരു സ്പോട്ട് നമുക്ക് ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടിലോട്ട് പോകാം. അപ്പോഴത്തേക്ക് എന്തായാലും വരുമല്ലോ. കാർലോസ് അപ്പോഴത്തേക്ക് വരും, ബാക്കിയുള്ളവരും അപ്പോഴത്തേക്ക് വരുമായിരിക്കും. ഇപ്പോൾ എവിടെ നിൽക്കണമെന്ന് എനിക്ക് മാപ്പിൽ നോക്കിയിട്ട് കണ്ടില്ല. കാർലോസ് എവിടെ നിൽക്കണമെന്നേ മാപ്പിൽ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് വെച്ച് പിടിക്കാം. അത് തന്നെ അങ്ങോട്ട് വെച്ച് പിടിക്കാം. എടാ 8 പേര് കാണുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്നവർ ചുമ്മാ ഇരിക്കലേ, കാര്യം പറയല്ലേ. ഈ ബൈക്കിൽ എന്തെങ്കിലും ശബ്ദം പോകണം, നോ സൗണ്ട്, ആ പ്രശ്നം വരണം, അപ്പോഴേ ടൈപ്പ് ഇട്ടേക്കണം. ഇപ്പോൾ സൗണ്ട് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വെച്ചാൽ ഇടയ്ക്ക് മൈക്ക് ഇത്തിരി സീനായാണ്, അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം. 185. ഉയ്യോ അതെന്തൊരു സാധനം? പച്ചെല്ലാം എന്തൊരു നീലേ, വയലറ്റ് 100. എന്തൊരു സംഭവിച്ചാ? മറ്റേ ഇപ്പോൾ മറ്റേ CPNUണ്ടായിരുന്നില്ലേ, പെട്ടെന്ന് സംഭവം കത്തിയില്ല. 5000 രൂപ കിട്ടിയടാ, കൊള്ളാം കേട്ടോ. അപ്പോൾ വഴി കൂടെ പോകുമ്പോൾ പൈസ കിട്ടുന്നുണ്ട്, കാര്യം പറയാലോ. ഞാൻ വണ്ടി നൈസായിട്ടങ്ങ് പോയി. ഉയ്യോ ശ്രദ്ധിച്ചില്ല, ഞാൻ ചാറ്റ് ജസ്റ്റ് നോക്കാൻ പോയപ്പോൾ വണ്ടി ചെറുതായിട്ട് തട്ടിയുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, മനസ്സിലായി, കുഴപ്പമില്ല. കൺട്രോൾ ഇത്തിരി പാടാ. ടയറിന് എന്തിനാ സംഭവം മാറിയെന്ന് പറഞ്ഞില്ല, അതായിരിക്കും കൺട്രോൾ ഇത്തിരി ചെറിയൊരിത്. ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ നീ വന്നോ. നമുക്ക് അല്ലെങ്കിൽ ഇവിടെ വേണ്ട മറ്റേ ഞാൻ ഒരു കാര്യം, നമുക്ക് മലയിലെ മോളിൽ പോയാലാ? മലയിലെ മോളിൽ പോകണോ? എന്തെങ്കിലും ആദ്യം മൗണ്ടയിലോട്ടോ, അതിൻ്റെ അവിടെ പോയിട്ട് എവിടെ നല്ല സെറ്റ് സ്ഥലം നോക്കിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക. ആദ്യം ഞാൻ എൻ്റെ വണ്ടി ഒന്ന് പോയിട്ട് റിപ്പയർ ചെയ്തിട്ട്. കാർലോസ് എവിടെ? വിസാഡ്. അപ്പോൾ നേരത്തെ ഒന്നാര് വിസാഡല്ലേ? ഹലോ അതെടാ 9 പീസ് മുത്തേ. ലൈവ് കാണുന്നവരൊക്കെ ലൈവ് ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ് ചെയ്യും, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും, ലൈക്കൊക്കെ അടിക്കും. ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ കാണേണ്ട കാര്യം പറഞ്ഞു, നിങ്ങൾ കണ്ടാലേ എനിക്ക് ഈ വാച്ച് അവറിൻ്റെ സംഭവം സെറ്റാക്കും. ഓടാ നീ വാ ഓക്കെ ഓടാ. എടാ ഏതെങ്കിലും ചാറ്റ് ഞാൻ വായിക്കാനാണ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. കാരണം വെച്ചാൽ എല്ലാം കുറേ വരണോണ്ടേ, അതിൻ്റെ ഇതാണ്. അപ്പോൾ ആരാ കയറി? എത്ര പേരുണ്ട്? എടാ 4 പേര് റൂമിലാണ്. നമ്മൾ ലൈവ് കണ്ടിട്ട് 4 പേര് ഒന്ന് റൂമിൽ കയറുന്ന പറഞ്ഞാൽ ഡബ്ല്യു കാര്യമല്ലേ? കാര്യമാണ്. എടാ ഞാൻ വെളിയിലോട്ടാണ് പോണേ? അല്ലല്ല കറക്റ്റ് തന്നെ പോകണം. എൻ്റെ ബേക്കിൽ ആരാ പറഞ്ഞ പോലെ ഉണ്ടല്ലോ. വന്നുകൊണ്ടിരിക്കുകയാണല്ലേ, പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ വാ നമുക്ക് അങ്ങോട്ട് പോയിട്ട് എൻ്റെ വണ്ടി അതിന് റിപ്പയർ ചെയ്യണം. എനിക്ക് തോന്നുന്നു കാർലോസ് ആണ് എൻ്റെ പിന്നാലെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നണം. ആയിരിക്കും. കാർലോസ് എന്നെ ചേസ് ചെയ്യണേടാ. കാർലോസ് ലൈവ് കണ്ടിട്ട് തന്നെ ചേസ് ചെയ്യണം കേട്ടാ. അയ്യോ ഇടിച്ചാ കൺട്രോൾ ഭയങ്കര പറയാലോ മുത്തേ. ഇൻട്രസ്റ്റ് അങ്ങ് മറ്റേ വളഞ്ഞങ്ങ് പോവാണ്. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. നോക്കാം. ഇല്ല, ഓൾറെഡി വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഇത്തിരി പാടാണ്. കാരണം വെച്ചാൽ ആദ്യമായിട്ട് ഗെയിം കളിക്കണമെങ്കിൽ ലൊട്ടയുണ്ട്. എന്നാലും നോക്കാടാ, കുഴപ്പമില്ല. പതി ഓടിക്കുമ്പോൾ ആ ലൊട്ട വരില്ലായിരിക്കും. ഒരു സ്പീഡ് ആയിട്ട് നമ്മൾ സെറ്റ് ആക്കുമ്പോഴാണ് സീനാവണം. എന്തായാലും നോക്കാം. കാർലോസ് എന്നെ ചേസ് ചെയ്ത് തരണ്ട. ബേക്കിൽ കൂടെ കറുത്ത കാറ് വരണണ്ട. ഞാൻ എന്തായാലും ആദ്യം റിപ്പയർ ചെയ്യാൻ പറ്റിയ മാറിപ്പോയി. ഇത് കണ്ട തൊടുമ്പോൾ തന്നെ ഡ്രിഫ്റ്റായി വരണുണ്ട് കേട്ടോ. ഞാൻ അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടത്. തൊട്ടാൽ തന്നെ വളഞ്ഞിങ്ങി വരണുണ്ട്. അത് നൈസാണ്. എടാ കാർലോസ് ഇങ്ങോട്ട് വരണ, ഞാൻ അങ്ങോട്ട് വരണുണ്ട്. അവിടെ എവിടെ റിപ്പയറിൻ്റെ സാധനം നോക്കിയോട്ടെ ഒരു സെക്കൻഡ്. നിങ്ങൾ അവിടെ നിൽക്കി. സെർവർ അയ്യോ 500 കാർലോസിന് എനിക്കൊരു കാർ തരണമെന്ന്. കാർലോസേ കാറ് തന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്, കിട്ടിയാന്ന് പറഞ്ഞു വിട്രാ. കൺഗ്രാജുലേഷൻസ്, യു ആവണേ ന്യൂ കാർ. താങ്ക് യു കാർലോസ് മച്ചാ. സെർവർ ഇന്ത്യ. എടാ ഞാൻ വഴി മാറിപ്പോയടാ. അല്ല ഇവിടെ നിന്നിട്ട് 2 മിനിറ്റ് നിന്നിട്ട് പോയല്ലേ. വണ്ടി ചെറിയ തട്ടി. കാർലോസ്, ഞാൻ മഷൂദ്. എടാ കാർലോസ് നിന്നെ വിളിക്കുക, അതാണ് നല്ലടാ. മറ്റേ പേര് ഓർമ്മ ചിലപ്പോൾ തെറ്റിപ്പോവും, അതുകൊണ്ടാണ്. കാർലോസ്. അപ്പം നന്നായി. കാർലോസേ ഇതാര്? വിസാഡ്. വിസാഡ് ഇപ്പോൾ കാണിച്ചു. അദ്വൈത് ഹായ്, ഇപ്പോൾ വരാം. ഓക്കേടാ. ഫോട്ടോ എടുക്കട്ടെ.
ബ്രോ നിൽക്കിപ്പോൾ ഞാൻ ഇവിടെയും പോണില്ലേ, ഞാൻ എവിടെയും പോണില്ല. ഇവിടെ ഇത്ര രൂപയായി? ഫോട്ടോ എടുക്കല്ലേ എടാ, ഒരു 2 ഫോട്ടോ എടുത്ത 1 മണിക്കൂറായാലേ അവിടെ എനിക്ക് ഓടാ. ഓക്കെ, എന്തായാലും 2 ഫോട്ടോ എടുത്തത്, 2 ഫോട്ടോ കിടക്കട്ട്. ബ്രോ ID പറയാം എടാ, ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാത്തതിൽ ഖേദിക്കുന്നടാ. കാര്യം പറയാമല്ലോ, എന്ത് ലൊട്ട എപ്പോഴും എത്ര തവണയായിരുന്നു ID ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. രണ്ട് ID കണ്ടാ നീ കണ്ടല്ല? ഞാൻ ഇപ്പോൾ കണ്ടല്ല, ഇവിടെ ഇടത്തെ വശത്ത് നോക്കി എനിക്ക് ID ആണ്, അത് അടിച്ച് വന്നോ. സെർവർ ഇന്ത്യ, പാസ്വേഡ് 77. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം അവിടെ. കാര്യം പറയാല്ലേ, ഉള്ള പറയാല്ലേ ലൊട്ട. കാർലോസ് പോയിട്ടുണ്ടേ, ഞാനും വിസാഡ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഉള്ള പറയല്ലേ. നവാബ് ബ്രോ ഞാൻ വരുന്നു. നവാബ് നേരത്തെ വന്ന് 2 മെസ്സേജ് ഇട്ടിട്ട് ഇപ്പോഴാണ് വരണം. എന്തായാലും വാ നവാബാ. വിസാഡ് അനങ്ങായിക്കടാ, ഫോട്ടോ എടുക്കണ്ടേ? നേരത്തെ മറ്റോ പറഞ്ഞ ഹൈഡ് നിൽക്കാതെ ഓണാക്കിയാണ്. ബ്രോ ഞാൻ വരുന്നുണ്ട്. ഗോകുൽ RS. എടാ വരുന്നവന്മാരെല്ലാം വന്നോടാ, നിങ്ങൾ വന്നോ? നിങ്ങൾ വാ, കയറി വാ, ചുമ്മാ പറയാതെ വന്നു. ഹോണ്ട കൊള്ളാം. ഓടാ, മറ്റോ പണിഞ്ഞുകൊണ്ട് വന്നേണ് അരുൺ. ചെക്കന് പണിഞ്ഞ അറിയാം നന്നായിട്ട്, വണ്ടിയൊക്കെ നന്നായിട്ട് പണിഞ്ഞ് വർക്ക് ഉണ്ടല്ലേ, സംഭവം അറിയാം. എനിക്ക് കൂടെ വാ. ഞാൻ വണ്ടി ഒന്ന് പറഞ്ഞോട്ടെ. ഇതാ ഞാൻ പറഞ്ഞ BMW. ഒരു സെക്കൻഡ് നോക്കിട്ടെ, വണ്ടി ആണെങ്കിൽ പോയല്ലേടാ. ഓടെ മുത്തി ഇതിൻ്റെ ഉണ്ടായില്ല എനിക്ക് അറിഞ്ഞൂടാ. കാര്യം പറയാല്ല, എൻ്റെ കുറേ വണ്ടി കിടപ്പുണ്ട്. കാണുമായിരിക്കും, ചിലപ്പോൾ അറിഞ്ഞൂടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. പ്ലെയർ BHC സൈലോൺ ഹാസ് ജോയിൻഡ്. അവസാനം BHC വന്നിട്ടുണ്ടാ. ലൈവ് തുടങ്ങി 1 മണിക്കൂറായിട്ട് അങ്ങനെ BHC കയറിയിട്ടുണ്ട് മുത്തേ. സാധാരണ അവനാണ് ഇന്നലെയൊക്കെ ഫസ്റ്റ് കയറിയെന്നോ. ഇപ്പോൾ കണ്ടാൽ ഇപ്പം ഇന്ന് ഫസ്റ്റ് കയറി ആരാടാ? ഇന്ന് റൂമിൽ ഫസ്റ്റ് കയറി ആരാണ്? നോക്കണം മുത്തേ. ഫോട്ടോ എടുത്തു. ഇത് നല്ല ഫോട്ടോ എടുക്കാനുള്ള സാധനമാണ്, കാര്യം പറയാമല്ലോ. മറ്റേ ഇന്ത്യ ഇങ്ങനെ ഉണ്ട്. പിന്നെ BMW നമ്മൾ കൂടുതൽ ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ BMW M4 ഉണ്ട് കേട്ടോ, അതെനിക്ക് ഉറപ്പാണ്. BMW M4 എൻ്റെ ഉണ്ട്, അതെനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇഗ്നോർ കാർ ട്രേഡ് ഓഫ് ആക്ക്. മനസ്സിലായില്ല. ഇഗ്നോർ റേസിംഗ് റിക്വസ്റ്റ്, ഇഗ്നോർ കാർ സെയിൽ ട്രേഡ്. അത് ഓഫാക്കണം. എന്തിന് അത് ഓഫാക്കണം? ബ്രോ വണ്ടി കൊള്ളാമായിരുന്നു. വണ്ടി കൊള്ളാം. പ്ലെയർ നിക്ക് ചെയ്ത് നോക്കട്ടെ. ഗ്രാഫിക്സ് വന്നിട്ട് കൂടെ വാ. എടാ ഈ വണ്ടിയും കൊണ്ട് മല കയറാൻ ഭയങ്കര പാടാണ്. പറയാല മുത്തേ, മല അതാണ് ചരിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡ്രിഫ്റ്റ് അടിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ എങ്ങനെ ഇതാക്കാനാണ് മുത്തേ? പറയാല്ലേ. ഈ വണ്ടി ഇത്തിരി പാടാ. വണ്ടി സാധനം കൊള്ളാം, പക്ഷേ മല കയറുമ്പോൾ സീനാവുന്ന വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. സ്പീഡുണ്ടോ? അവിടെ സ്പീഡൊക്കെ ഉണ്ട്, പക്ഷെ നീ കണ്ടല്ലേ വളഞ്ഞു പോകണ്ട. അതിൻ്റെ ഒരു കുഴപ്പമില്ല, അത് സെറ്റാവും. എടാ നീ മുന്നേ പോയിക്കോ കേട്ടാ, എനിക്ക് പോവാൻ ഇത്തിരി പാടാണ് കേട്ടോ. നീ മുന്നേ പോകണമായിരിക്കും നല്ലത്. ഞാൻ മിക്കവാറും 10 അങ്ങനെ കയറാനേ പറ്റൂ സ്പീഡ്. നീ മുന്നേ പോകണേന് നല്ലത്. കടത്തോട്ടാ ഭയങ്കര പാട്. എന്ത് പാടടാ പോവാൻ, വണ്ടി പോവാൻ പാട്. കാർലോസ് ഹലോ മച്ചു. വണ്ടി ഹലോ മച്ചു ടൈപ്പ് ചെയ്യണം. കൊള്ളാല്ലേ ബ്രോ? ടയർ മാറ്റിക്കോ. അവിടെ ടയർ മാറ്റാൻ ഇറങ്ങിയ ഈ റൂമ് പോകില്ല. അതാണ് ഞാൻ പിന്നെ വണ്ടി ഭയങ്കര പാട് കേട്ടോ. കാര്യം പറയാൻ എനിക്ക് കയറാൻ പറ്റണില്ല. എനിക്ക് എടാ ഞാൻ വണ്ടി മാറ്റിയിട്ട് വരാം. എടാ ഇപ്പോൾ ലൈവ് കാണുന്നവരുണ്ട്, നിങ്ങളൊക്കെ വീണ്ടും കയറിക്കോ കേട്ടോ. ഞാൻ വണ്ടി ഒന്ന് മാറ്റി വരാമേ. കാര്യം പറയില്ല, എന്നെ കൊണ്ട് പറ്റണില്ല. അതുകൊണ്ടാണ്, നിങ്ങളതൊന്ന് മനസ്സിലാക്ക്. ഓക്കെ ബ്രോ, ഞാൻ വരാം ബ്രോ. എൻ്റെ വണ്ടി കയറിക്കോ ബ്രോ. സ്പീഡുണ്ടോ? സ്പീഡൊക്കെ അത്യാവശ്യം ഓക്കെ. എന്തായാലും ഞാൻ വണ്ടി മാറ്റാൻ വാങ്ങിച്ചോട്ടോ. നിങ്ങൾ ഒന്നുകൂടെ കയറുക കേട്ടാ. നിങ്ങൾ ഇതേത് വണ്ടി? ഇതിപ്പോൾ എനിക്ക് കിട്ടിയ. ഇപ്പം കിട്ടിയാണ്ടില്ലേ തന്നെ തോന്നുന്നു.
വണ്ടി വേറെ ഏതെടുക്കാം? ടയറിൻ്റെ ആരെങ്കിലും മാറ്റിക്കൊണ്ടുവന്ന സമയം പോലും, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സൗകര്യം പോലെ പിന്നെ ചെയ്യാം. അപ്പോൾ വേറൊരു വണ്ടി എടുത്താൽ ഈ വണ്ടി ഓക്കെ അല്ലേ? ഇത് വണ്ടി സെറ്റ് മുത്ത ഈ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പോവാം. ഓൺലൈൻ ഗെയിമിൽ ഓഫ് റോഡാണ് ബ്രോ, പോകണ്ട. എടാ സോറിടാ, പോയിപ്പോയടാ, ഓഫ് റോഡാണ്. എടാ അത് കുഴപ്പമില്ല, ഈ വണ്ടിയും കൊണ്ടുവരടാ. ഈ വണ്ടി മല കയറാൻ നൈസായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വണ്ടി നൈസായിട്ട് പറ്റൂലടാ. പറ്റുമല്ലോ, ഈ വണ്ടി പറ്റും. ഓക്കെ, മൗണ്ട് ഇട്ടിട്ടുണ്ട്. പാസ്വേഡ് ഒന്നുകൂടെ കണ്ടല്ലോ, 77 പിന്നെ സെർവർ ഇന്ത്യ. എല്ലാവരും വന്നോടാ. ഈ വണ്ടി ഓക്കെ ആണ്ട്രാ, ഈ വണ്ടിയൊക്കെ വെച്ച് മലയൊക്കെ കയറാൻ പറ്റും. അത്ര പാടൊന്നുമില്ല, മനസ്സിലായില്ല. അങ്ങനെ അത് കുഴപ്പമില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് പോയിട്ട് വേറെ താരം എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് മതി. 10 വ്യൂസാ മുത്തേ, 10 വ്യൂസ്. എൻ്റെ പൊന്നെ. എടാ ഞാൻ ആദ്യം മല കയറാൻ പോകാം കേട്ടോ. ഇനി എന്തെങ്കിലും കയറാൻ പോണ സ്പീഡ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോഴത്തേക്ക് മൊണ്ടിയാവില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ അതിൻ്റെ സ്പോട്ടിലോട്ട് അങ്ങ് പോവാം. എന്നിട്ട് നിങ്ങൾ സൗകര്യം പോലെ വന്നോ. നിങ്ങളെന്തായാലും പറ വന്നുകൊണ്ടിരിക്കുമല്ലോ, നിങ്ങൾ അതിനനുസരിച്ചുള്ള വണ്ടിയും കൊണ്ടല്ലേ പറഞ്ഞത്. ഓക്കെ ഞാൻ വന്നു. ഓക്കെടാ വന്നു. നേരത്തെ കുറേ പേര് വന്നേടാ, പിന്നെ അത്യാവശ്യം ആയതുകൊണ്ടല്ലേടാ പോകേണ്ടി വന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. നേരത്തെ ഇത്തിരി പോവേണ്ട ആ ഒരു കാര്യം വന്ന് ഞാൻ നേരത്തെ കയറി എല്ലാം വാടാ. എടാ സൈലോനെ, നീ വരാത്തത് നീയല്ലേ വരേണ്ട. നീ വാടാ, നീയും വരണം, ഒരുപാട് പേര് വരണം. നിന്നെ കണ്ടില്ല. അരുണേ വാ, എല്ലാവരും വാ. മഷൂദ്, സൈലോൻ വന്ന്, പിന്നെ മഷൂദ്, സൈലോൻ, അരുൺ, പിന്നെ നേരത്തെ കയറി എല്ലാവരും വാടാ. കണ്ട ഇതൊക്കെ നൈസായിട്ട് കയറും. മറ്റേ ടയറിൻ്റെ ചെറിയൊരിതാണ്. ഞാൻ എന്തായാലും ആദ്യം മോളിൽ കയറും, എന്നിട്ട് ചാറ്റ് പോകാം കേട്ടോ. 1 സെക്കൻഡ്. ഓ ചെറിയ ഇവിടെയൊക്കെ ഇത്തിരി പാട് പോലെ, ആരും പറയാലോ. കയറാൻ എന്താ ചെറിയൊല്ലൊട്ട വണ്ടി വളഞ്ഞ് പോണ ആ ഒരിതുണ്ട്. കുഴപ്പമില്ല, മറ്റിൻ്റെ അത്ര എന്തായാലും പാടില്ല. ടയറിൻ്റെ ഒരിതാണ്. ഇതാര് ബാക്കിൽ ഇത്ര പെട്ടെന്ന് വന്നാൽ. എടാ അവൻ നൈസായിട്ട് കയറി പോകണം കേട്ടോ. എൻ്റെ വണ്ടി വ്യത്യാസമല്ലേ, അതാണ്. അതാരാ വന്ന? എൽ സി വേണോ? എടാ നീ എന്ത് പറ, നിങ്ങളുടെ കയ്യിലൊക്കെ ഇത്രയും വണ്ടി ഉണ്ടാടാ. ഹായ്ടാ, ഹായ്. ഞാൻ ഒരു ഹായ് പറഞ്ഞു. നവാബ് വന്നില്ല. നവാബേ ഹായ്. എടാ ഞാൻ ചാറ്റ് നോക്കാം കേട്ടോ, ഒരു നിമിഷം. ഞാൻ ആദ്യം മോളിൽ എത്തിയിട്ട് നോക്കാം. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ നോക്കാൻ പോയി വണ്ടി കുഴിയാണ്. ബാക്കിലോട്ട് പോയി മൊത്തം പൊത്തടിച്ച് വന്ന് വീഴും. അതുകൊണ്ടാണ് അത് വണ്ടി മോളിൽ കയറിക്കോട്ടെ. അതിനുശേഷം ചാറ്റ് നോക്കാം, ഒരു നിമിഷം. ഇത് കണ്ടാവും നീ ജസ്റ്റ് ഒന്ന് ആയപ്പോൾ തന്നെ അങ്ങ്. എടാ നല്ല വണ്ടിയൊക്കെ എടുത്തോണ്ടെന്നോ കേട്ടോ, നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളതല്ലേ. വണ്ടി കൊണ്ട് അടുത്തടുത്തായിട്ട് ഇടാം കേട്ടോ, അടുത്തടുത്തായിട്ടിടേ. കാർലോസ് വെയിറ്റ് ആക്കണോ? ഇവിടെ നിൽക്കാം. ഇവിടെ അപ്പുറത്ത് മോടിക്കാം. അവിടെ കയറിക്കാം. മുത്ത ഇവിടെ നിന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ വാ. ഇനി ഞാൻ ചാറ്റ് നോക്കിയോട്ടെ. ബ്രോ നമുക്ക് ഒരുമിച്ച് കയറാടാ. ഒരുമിച്ച് കയറാന്ന് വെച്ചാൽ എൻ്റെ വണ്ടി ചിലപ്പോൾ കയറാതങ്ങ് പോയാലേ, വീട് കുഴി പോയാൽ. അതാണ് ഞാൻ ആദ്യം കുറച്ച് ഇതുവരെ അങ്ങ് കയറി വന്നത്. കുറേ ഇനി എനിക്ക് ജസ്റ്റ് നിങ്ങളൂടെ വന്നിട്ട് കയറാം. അത് തന്നെ, ഇനി കുറച്ചേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. എൻ്റെ തൊട്ടടുത്താണ്. ഇനി നിങ്ങളൂടെ വന്നിട്ട് കയറാം. ഇത്രയും വന്ന് ഇനി നിങ്ങളൂടെ വന്നിട്ട് കയറാം. വേണ്ട, മോളിൽ ആരും നിൽപ്പുണ്ടാ? മോളിൽ ഇല്ല, എന്തോ അറിഞ്ഞൂടാ. ഞാൻ തന്നെ ഇവിടെ പോണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞാടേ നോക്കാമേ. ബാക്കിലും ഉണ്ട്. വാണെങ്കിൽ പറ മതി. മനസ്സിലായടാ? എന്തൊരു വാണെങ്കിൽ മതി മനസ്സിലായില്ലടാ? എന്തുദ്ദേശിച്ച വാണെങ്കിൽ മതി എനിക്ക് മനസ്സിലായില്ല. അവർ എന്നിട്ട് കയ്യാറാം. ബ്രോ റൂം പാസ്വേഡ് 77. CPM നവാബ് വന്നടാ. ഞാൻ നേരത്തെ എത്തി. ഓക്കെടാ, ഓക്കെ. ബ്രോ പറഞ്ഞോടാ. നമ്മളിവിടെ നിൽക്കണ്. കാർലോസ് എടാ മുത്തേം, ഞാൻ താങ്ക്സ്ടാ. നിങ്ങൾ ഇങ്ങനെ എനിക്ക് തരണമെന്നില്ലടാ. എനിക്ക് സന്തോഷമുണ്ടോ നിങ്ങൾ തരണേല്. താങ്ക്സ്ടാ. താങ്ക്സ്. റെഡ് ഫോക്സേ
വെളിയിൽ വാ, വണ്ടി ഓഫ് റോഡ് ടയറല്ല. എടാ വരത്തിടാ സൈലോനെ, എനിക്കിനി ഇറങ്ങിയാൽ കയറാൻ പാടാണ്ടാ. ഞാൻ കാര്യം പറയാം. അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ആദ്യം നേരത്തെ എങ്ങനെയൊക്കെ കയറിയടാ. ഇനി പറ്റൂടാ. നീ വേറെ വണ്ടി എടുത്തോണ്ട് വേടാ. നീ വേറെ വണ്ടി എടുത്തോണ്ട് വാ സൈലോനെ. നമ്മൾ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുമല്ലേ, നീ തൽക്കാലം ഇങ്ങനെ എടുത്തോണ്ട് വാ. കയറില്ല വണ്ടി, ഇങ്ങ് വാ, വെളിയിൽ ഗിഫ്റ്റ്. എടാ സൈലോനെ, ഇത്രയും പേര് നമ്മൾ ഇത് തൊട്ടടുത്ത് വരെ എത്തിയില്ല. നീ വേറൊരു ഇപ്പം ഇനി വരണോടാ. ഒരു സെക്കൻഡ് എന്തായാലും നമ്മൾ ഇവിടെ 2 ഫോട്ടോയെങ്കിലും എടുത്തോട്ടെ. ഇത്രയും മോളി വന്നതല്ലേ, അത് നീ ഒന്ന് മനസ്സിലാക്കി. ഇത്രയും മോളി എൻ്റെ ഒരു 2 ഫോട്ടോയെങ്കിലും എടുക്കാതെ പോയി. ഇത്രയും പേരും കൂടെ ഇങ്ങനെ കയറിയാണ്. ഞാൻ മാത്രമുള്ളായിരുന്നു, ഇറങ്ങി വരായിരുന്നു. മനസ്സിലായില്ലേ? ഇത്രയും പേരും കൂടെ ഇവിടെ നിൽക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പം ഞാൻ മാത്രം ഇങ്ങനെ ഇറങ്ങി വന്നാൽ ഒട്ട പരിപാടിയല്ലേ. അതുകൊണ്ട് ഇതാരി എടാ അവിടെ ഒളിച്ചിരിക്കണം. ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ലടാ. ഇവ ആദ്യമേ കയറിയിരിപ്പുണ്ടായിരുന്നു കേട്ടാ. ഞാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ഞാൻ വരാം. അതാരും പോണ എന്തൊരു സാധനം കാണിക്കണേ. നൈഫ് പോയിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട്, തരട്ടെ. എന്ത് ഗിഫ്റ്റ്? റെഡ് ഫോക്സേ വാ. ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് വരാം. ഒരു സെക്കൻഡ്. അല്ല, നിങ്ങൾ വണ്ടി കൊണ്ട് നിർത്തിയല്ല. എടാ എല്ലാവരും വന്നിക്ക് ഒരു പെട്ടെന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ. കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് പോവാനുള്ളതാണ്. എന്തരാ അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം. വാ റെഡ് ഫോക്സ്. എടാ ഒന്ന് വെയിറ്റ് ആക്കടാ. നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ അടുത്ത് ഇതാക്കിയാലേ. ഇനി മുതൽ എടാ ഒരു സെക്കൻഡ് ഞാൻ ചാറ്റ് നോക്കാം. എന്തടാ പറ ചാറ്റെന്ന് വെച്ചാൽ ഇത് എന്താടാ? ഇതിന് മനുഷ്യന്മാർക്ക് ഇത്ര സ്പീഡ് ഞാൻ വായിക്കണം എങ്ങനെയാണ്? ഞാൻ റോബോട്ടാടാ. എല്ലാവരും നോക്കാം കേട്ടോ. ഒരുത്തൻ പറയുന്നത് താഴെ വരാം, ഒരുത്തൻ പറഞ്ഞ എന്തൊക്കെ മെസ്സേജ് ഉണ്ട്. ഞാൻ എല്ലാം കൂടെ നോക്കാം. നിങ്ങളൊന്ന് വെയിറ്റ് ആക്കുക. അതിന് 2 ഫോട്ടോ എടുത്തോട്ട്. ഇത്രയും വന്നിട്ട് അതെടുക്കാതെ പോയാൽ ലൊട്ടയാവൂലേ. എടുക്കല്ലേ കണ്ട, ഒരുത്തൻ പറഞ്ഞ് എടുക്കല്ലേ. ഇതെന്തൊരു സാധനം? എടാ ആരൊക്കെ എനിക്ക് എന്തൊക്കെ തരണം മുത്തേ, ഉള്ള പറയാല്ല. സന്തോഷമാടാ. താങ്ക്സ് ഡാ. താഴെ പോവാം. എടാ വന്നോണ്ടിരിക്കണം. വരുവാണ് സൈലോനെ വരുവാണ്ടാ. ഓ ലൊട്ട നൈഫ് വെൽക്കം ബ്രോ. കടാ ഓക്കെ വെൽക്കം. സൈലോനെ ലൈവ് കാണുവാണേ വരുവാണ്. എന്തായാലും നമ്മൾ 2 ഫോട്ടോ എടുത്തില്ല, അതിന് 2 ഫോട്ടോയൊക്കെ എടുത്താണ്. ഒയ്യോ ചെറിയത് ബ്രോ. ഞാൻ പിക്ക് ചെയ്യാൻ പോയി ബ്രോ. പിക്ക് ചെയ്യാൻ പോയാ കേലപ്പു സൈലോ. അയ്യോ ചെറിയതായിട്ട് കിട്ടി. കുഴപ്പമില്ല. താഴെ പോണല്ലേ നല്ല. താഴെ പോകണ്ടേ ഇപ്പം? ഇനി താഴെ പോവാം. എന്തായാലും ഇനി മോള് നിൽക്കണോ? എന്തായാലും താഴെ പോവാടാ. തന്നെ നിങ്ങൾ വാ. എന്തരാണെന്നാണ് താഴെ ഇറങ്ങാൻ പറയും. മോളിൽ നമ്മൾ എത്തിയെന്ന്. എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾ താഴെ വാ. അത് തന്നെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് താഴെ നിന്ന് സംസാരിക്കാം. അതാരാ പോണ കയറി? എടാ ഞാൻ താഴോട്ട് വരുമ്പോൾ ആരൊക്കെ മുകളിലോട്ട് കയറി വരണ്ട. എന്ത് നടക്കണം ഇവിടെ? 1 10 100 1000. അയ്യോ ഇടിക്കല്ലേ ആരും. 1 10 100 ഞാൻ വായിക്കാൻ പോലും സമയം കിട്ടാനില്ല. അപ്പോഴത്തേക്ക് കണ്ട ഇതാണ്. എടാ ഇത് കണ്ട എല്ലാം കൂടെ പറ വന്നാൽ ഞാൻ എങ്ങനെ വായിക്കും? അത് നിങ്ങൾ മനസ്സിലാക്കടാ. കണ്ട വായിക്കാൻ നിന്നപ്പോൾ കണ്ട വണ്ടി തട്ടിയത്. ഇനി അത് റിപ്പയർ ചെയ്യണം. എന്തായാലും എത്ര കേലപ്പ് കുറച്ച് പൈസ അയച്ചിട്ടുണ്ട്. താങ്ക്സ് ഡാ അപ്പു. താങ്ക്സ് ടൈപ്പ് ഇടാൻ സമയമില്ല. വണ്ടി ഇടിച്ച് പറഞ്ഞു തീർന്നില്ല. അതിനോട് ഇടിച്ച് ഈ സാധനമുണ്ട് റോട്ടിൻ്റെ. അയ്യോ നാശം പിടിക്കാനായിട്ട് എൻ്റെ വണ്ടി പറ ഇടിച്ചുകൊണ്ടിരിക്കണം മുത്തേ. ഉള്ള പറയാല്ലേ. പ്ലെയർ BHCS ജോയിൻഡ്. അപ്പോൾ ഇറങ്ങി പോയായിരുന്നോ? അതൊക്കെ എപ്പോഴേ. എടാ ഞാൻ റിവേഴ്സ് എടുത്തൊക്കെയാണ് പോകണം മുത്തേ. ഉള്ള പറയാല്ലേ. എൻ്റെ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കടാ. അത് എങ്ങനെയൊക്കെ നൈസായിട്ട് ഇങ്ങനെ തിരിച്ചെടുത്ത്. എത്ര പേരുടെ റൂമിലുള്ള അതെനിക്ക് സംശയം കേട്ടോ. എനിക്ക് ഇതിനേശം നോക്കാം. ഇടിക്കല്ലേടാ. എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഞാൻ താഴെ പോണം. നീ എന്നെ ഇടിക്കല്ലേ. ഞാൻ റോട്ടി ഇറങ്ങിയാലേ മനസ്സമാധാനം കിട്ടും. ഇവിടെ കുടുക്ക് വഴിയും കൂടെ ആയിട്ട് ലോട്ട. ഇതൊക്കെ ഇതൊക്കെ എത്ര വണ്ടി, എത്ര പേര് റൂമിൽ കയറി? 9 പേര് റൂമിൽ. അതാണ് ചുമ്മാല് എൻ്റെ പൊന്നെ പറ ആൾക്കാർ. ഇതെന്തരി അവൻ്റെ വണ്ടിയിൽ ബൈക്ക് വരെ ഇരിക്കണം. ഇത് കൊള്ളാമല്ല. റുബെക്സ്
മച്ചാനെ ബ്രോ ആ 1 മില്യൺ തിരിച്ചു തരുമോ? എടാ എന്തോന്നടാ നിനക്ക് വേണ്ടേ, പിന്നെ എന്തിനാടാ നീ എനിക്ക് അയച്ചു തന്നാ? 1, 10, 100, 1000, 16 ലക്ഷം ഇതിപ്പോൾ എത്ര 1 മില്യൺ അല്ലേ നീ അയച്ചാൽ അവർക്ക് തരാൻ നേരം? നീ ചോദിച്ചു നമ്മളങ്ങനെ തരൂലെന്നൊന്നും പറയില്ല. നീ എനിക്കിപ്പോൾ തന്നെ അയച്ചാൽ എവിടെ കേരള 1 മില്യൺ അല്ലേ? 1 മില്യൺ എന്ന് പറയുമ്പം എത്രയും 1, 10, 100, 1000, 14 ലക്ഷം. വിസാഡ് ബ്രോ ഇപ്പം എത്ര മണി ഉണ്ടെന്ന് നോക്കി ഞാൻ സെൻഡ് ആക്കിയിട്ട്. എടാ ഇപ്പം എൻ്റെ 7,60,100. എടാ എനിക്ക് ആരൊക്കെ പൈസ അയച്ചുകൊണ്ടിരിക്കണം. എടാ എനിക്ക് ഇന്ത്യയിൽ അറിയാൻ പറ്റില്ല. എടാ എന്തായിരുന്നാണ് ഇതെന്തൊരു കൂട്ടമായിട്ടടാ. ഞാൻ കാര്യം പറയും സബ്സ്ക്രൈബർ റൂം ഇത്രയും ആൾക്കാരൊക്കെ കയറി വന്ന് എനിക്ക് എടാ നിനക്ക് ഞാൻ തരാൻ കേട്ടോ. നീ പൈസ ഇപ്പോൾ നീ ചോദിച്ചവനെ തരാതിരിക്കും. നീ ഇന്ത്യ ഇടയിൽ എവിടെയാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടാനില്ല. ഉള്ള പറയാല്ല മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കണോ കാര്യം പറയാല്ല. ഇത്രയും പേരൊന്നും വന്നിട്ടില്ല ഇതിന് മുന്നേ. എൻ്റെ പൊന്നെ മുത്തേ കാര്യം പറയാല്ലേ. ഇത് പറ്റില്ല എല്ലാവരും കൂടി ഇങ്ങനെ പറ വന്നാൽ നമ്മളെന്ത് ചെയ്യും? കുറച്ച് സമയം വേണ്ടേ? എടാ അപ്പു അല്ലേ ചോദിച്ചു. അപ്പു നിനക്ക് എത്ര വേണമെന്ന് വെച്ചാൽ എത്ര രൂപ വേണ്ട തിരിച്ചു വേണ്ടതെന്ന് പറഞ്ഞാണ്. ഹായ്ടാ ഹായ്ടാ 2 മില്യൺ ആണോ 2 ലാഖ് ആണോ? എടാ നീ എനിക്ക് അയച്ചപ്പോൾ എനിക്ക് വായിക്കാൻ സമയം കിട്ടിയില്ല. ഹെഡ്ഫോക്സേ വണ്ടി നോക്കാം നോക്കാം കണ്ട ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണം, അവിടെയും സംസാരിച്ചുകൊണ്ടിരിക്കണം. വണ്ടി നോക്കേ. യോ കൊള്ളാം ഇത് കൊള്ളാം കേട്ടോ. ഈ വണ്ടി നല്ലതാണ്. കൊള്ളാം ഇഷ്ടപ്പെട്ടു. കൊള്ളാം W എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം ഇങ്ങനെ ടൈപ്പ് ചെയ്തോണ്ട് ഇത് കണ്ടത് പോലെ എൻ്റെ പൊന്നെ എനിക്ക് വയ്യ. എത്ര പേരുടെ മുത്തിയ കാര്യം പറയാല്ല. ഇപ്പോൾ നോക്കിയേ എന്നിട്ട് പറഞ്ഞാൽ മതി. എടാ എൻ്റെ ഇപ്പം നീ കണ്ടല്ലേ എൻ്റെ മൊത്തം ഇപ്പോൾ വേണ്ട. ടോട്ടൽ പൈസ എത്ര? എൻ്റെ ഇപ്പോൾ ടോട്ടലി 12 ലക്ഷം രൂപയാണല്ലോ. നീ 1 ലക്ഷമാണ് അയച്ചു തോന്നുന്നു. ഇത് കണ്ടപ്പോൾ 12 ലക്ഷം ആയതേ ഉള്ളൂ. അപ്പോൾ നീ 1 ലക്ഷമാണ് അയച്ചേടാ. 1 ലക്ഷമാണ് അയച്ചത്. 1 ലക്ഷം 2 തവണ അയച്ചു തോന്നുന്നു കേട്ടോ. 1 ലക്ഷം 2 തവണ നീ അയച്ചു. എനിക്ക് 15 തന്നല്ല ആരാ ഞാൻ അറിയാൻ തൊട്ട് കൊടുത്ത്. ഇത് കാര്യം വഴിയെ പോയി എനിക്ക് എന്തൊക്കെ ഇവിടെ നിന്നൊക്കെ ആരൊക്കെ തറന്ന് ഉള്ള പറയാനായിട്ട് ഡാൻസ് കളിക്കിട്ട് സമാധാനമാവട്ട്. ഇപ്പം എനിക്ക് 12 ലക്ഷം ഉള്ളൂ. 12 ലക്ഷം ഉള്ളൂ കണ്ടല്ല. 1, 10, 100, 1000, 14 ലക്ഷം 10 ലക്ഷം കണ്ട 12 ലക്ഷം ഉള്ളൂ. അപ്പോൾ 1 മില്യൺ അല്ല. നീ എനിക്ക് 10 ലക്ഷമാണ് അയച്ചത്. 10 ലക്ഷം അല്ല 1 ലക്ഷം രൂപയാണ് അയച്ചത്. ഇതാര് CP നവാബ് 40,000 രൂപ. എൻ്റെ പൊന്നോ ഇത് കാര്യം പറയാൻ ഇത് എവിടെ നിന്നൊക്കെ പൈസ പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പൈസ പറഞ്ഞ് വണ്ടി പറഞ്ഞ് സന്തോഷം താങ്ക് യു എല്ലായിടത്തും താങ്ക്സ്റാ. സെയിം വണ്ടി ബട്ട് ഡിഫറെൻറ്റ്. കണ്ട് താങ്ക്സ്റാ ആരുടെയും താങ്ക്സ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. താങ്ക്സ് കേട്ടോ എല്ലായിടത്തും താങ്ക്സേ. ഇതിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടി ഒരു മനുഷ്യൻ എങ്ങനെയാ ശ്രദ്ധിക്കണം? നമ്മൾ മനുഷ്യന്മാരല്ലേ, റോബോട്ടല്ലല്ലോ. റോബോട്ടാണെങ്കിൽ ഇല്ല പറന്ന് ചെയ്യും. ഡാൻസെങ്കിലും കളിക്കാം. അത് തന്നെ നീ ഡാൻസ് കളിയണം. ആരും ഡാൻസ് കളിക്കാൻ അവാവേ ഡാൻസ് കളി. ഡാൻസ് കളിച്ചിട്ട് മനസ്സമാധാനം വരുത്തട്ട്. അയ്യോ എന്തായാലും നിങ്ങളോടൊക്കെ നിൽക്കാൻ പറ്റിയ സന്തോഷമാടാ. ഒരു ഫോട്ടോ കൊണ്ട് എടുത്തോട്ട്. ഇതാരും എനിക്ക് എന്തൊക്കെ പേഴ്സണൽ മെസ്സേജൊക്കെ പറയാൻ തുടങ്ങിയെന്നാണ്. കാർലോസ് പറഞ്ഞോ കാർലോസ് ഇത് കാര്യം പറയല്ലേ. എടാ കുഴപ്പമില്ലടാ കാർലോസേ. നൈഫ് ഇതാര് കാർലോസ് അല്ലേ? കുഴപ്പമില്ല. റെഡ് എടാ എത്ര പേരടാ ഒരു മനുഷ്യൻ ഇങ്ങനെ മെസ്സേജ് അയക്കണം. ഞാൻ ഇവിടെ എന്തെങ്കിലും ഇതിലെ വാട്സപ്പ് ഗ്രൂപ്പ് കാൾ ചെയ്യണ പോലെ ഉണ്ടാ മുത്തേ. വെള്ളം പറയാമല്ലേ. ഒരു 10-100 പേരെ ഒറ്റയടിക്ക് ഇങ്ങനെ ഗ്രൂപ്പ് കാൾ ചെയ്ത് അങ്ങനെ ഇരിക്കും. അതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കണം. ഇതിനിടെ ഞാൻ ചാറ്റും കൂടെ ശ്രദ്ധിക്കണം. എടാ അരുണേ നിനക്ക് പൈസ കാര്യമെല്ലാം സെറ്റാണല്ലോ. നീ എനിക്ക് 1 അയച്ചാൽ കാരണം ഇപ്പം നീ 12 ലക്ഷമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഒരു മനസ്സിലായില്ലേ വ്യത്യാസം. അപ്പം തന്നെ കത്തിയാൻ ഇവന്മാർ ഇത്രയും പേര് വന്ന് നിന്നുകൊണ്ടാണ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പറയാം. ഇല്ല അപ്പം തന്നെ പറഞ്ഞു തരായിരുന്നു. ഹെഡ്ഫോക്സേ ബ്രോ മീ കാർ ഡ്രൈവ്. ഇതാ മീ കാർ ഡ്രൈവ് അതാ മനസ്സിലായടാ. കണ്ടു എടാ ഇതിൻ്റെ ഇടയിൽ നിൻ്റെ കാർ ഏതെന്ന് എവിടെ നിൻ്റെ കാറ് 90
നമ്പർ തരൂ. എൻ്റെ 90 നമ്പർ തരൂ എന്നാ മനസ്സിലായില്ലടാ. അയ്യോ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചാറ്റ് കയറാൻ പറ്റുന്നില്ല. അതെന്ത് കയറാൻ പറ്റാത്ത? 8 പേരുള്ളൂ. പോവാം വാ. ഡാ എൻ്റെ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ ഇവ എവിടെയായിരുന്നു? നിൻ്റെ ഇവർന്നാ വേണമെന്നില്ല. കുഴപ്പമില്ല. ക്യാഷൊന്നും വേണ്ട ആടി. അവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വണ്ടി പോവായിരുന്നു. കാര്യം പറയാല്ല ബൈക്കുള്ളത്. എനിക്ക് ഒരു സെക്കൻഡ് എനിക്ക് ഞാൻ സാധനം സ്പോട്ട് നോക്കട്ടെ. ഹൗ ടു ജോയിൻ വിത്ത് യു. എടാ ഞാൻ പറഞ്ഞ് മടുത്തടാ. നീത്തി ലൈവ് ബേക്കിലാനും അടിച്ചു നോക്കടാ. ഞാൻ ബസ് എടുക്കാം. അതെങ്കിൽ അത് നല്ല കാര്യടാ. എടാ ഞാൻ കാര്യം പറയാല്ല. എന്തിനാണ് വൂൾഫ് ഫാരിയോ? ഞാൻ 5-6 തവണ ഇതിനകം തന്നെ പറഞ്ഞ് മടുത്തടാ. നീ വേണമെങ്കിൽ ലൈവ് വിത്ത് ബേക്കിലോട്ടാണ് സ്കിപ്പ് ചെയ്ത് നോക്കട്ടെ. തൊണ്ട വേദനിക്കട്ടാ പറഞ്ഞ് അവരൊറ്റ കാര്യം തന്നെ പറഞ്ഞ് എനിക്ക് മടുത്തടാ. അതുകൊണ്ടാണ് ഞാൻ 2-3 തവണ പറഞ്ഞു. ബ്രോ ഈ വണ്ടി കൊള്ളാമോ? എവിടെ നോക്കട്ടെ. സെനോക്സ് എവിടെ ഇതിൻ്റെ അകത്ത്? കാർലോസ് ഡിസ്കണക്റ്റഡ്. കൊള്ളാം. കാർലോസ് CPM. ഓക്കേടാ. അത് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടായത് കൊണ്ടല്ലടാ. എന്ന് വെച്ചാൽ ഒരുപാട് 2-3 തവണ ഇതിനകം തന്നെ പറഞ്ഞു. 2-3 പേർക്ക് എത്ര മനസ്സിലായില്ലെന്നാ പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ഫുള്ള് കാണിച്ചു കൊടുത്ത്. ഇനി അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നീ ഇറങ്ങാൻ പറ്റൂലടാ. അതുകൊണ്ടാണ്. അല്ലാത്തപ്പോഴൊക്കെയാണെങ്കിൽ പറഞ്ഞുതരായിരുന്നു. എൻ്റെ പൊന്നോ എത്ര ആൾക്കാർ. അതാരും വണ്ടി കൊണ്ടുപോകണം. അതാരും നവാവണ എന്തോ. എന്തായാലും വരട്ട്. എടാ ആരേലും ബസ് കൊണ്ടുവാ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ബസ്സിൽ പോവാം. ആരേലും കൊണ്ടുവാ. നല്ല ബഗ് എനിക്ക് ഉണ്ട്. നെറ്റ് ഇഷ്യൂ ആണിപ്പോൾ വരാം. ഓക്കെ ആയിക്കോട്ടെ. എനിക്ക് മനസ്സിലായി. എൻ്റെ എൻട്രി 3 എടുക്ക്. എടാ എല്ലാവരും കൂടെ ഒരു വണ്ടി പോകണേ. ബസ്സിൽ പോകാൻ ഡബിൾ ആയിരിക്കും. നിങ്ങൾ ആരെങ്കിലും ബസ് കൊണ്ടുപോകാം കേട്ടോ. ഇപ്പോൾ ബസ് കൊണ്ടുപോകാം. 12 വ്യൂസ് മുത്തേ ഡബിൾ. അപ്പം ഞാൻ കൊണ്ടുവരാം. ആദ്യം കൊണ്ടുവരുന്ന ആളെ വണ്ടി ഞാൻ കയറും. കാര്യം പറയാല്ലേ. ബസ്സുണ്ട്. വർക്ക് ചെയ്യാൻ ഇരിക്കുക. കൊണ്ടുവരാം. എല്ലാവരും ഒരു വണ്ടി പോകണേണ്ട നല്ലതാണ്. ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്യണ്ടല്ലേ. വെയിറ്റ് വന്നു. ഓക്കെ വന്നോ? ഇവിടെ കണ്ടില്ലല്ലോ മുത്തേ. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോടാ. എല്ലാവരും ഇങ്ങോട്ട് വാട്ടോ. അപ്പോൾ ഒരുത്തൻ നമ്മളെ പയ്യൻ ബസ്സും കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ കയറി ഇവിടുന്ന് വിടാനുള്ളതാണേ. ആരാ റൂബെക്സ് ഇതായിപ്പോടാ. ഒരുത്തരായിട്ട് ബസ്സിൽ കയറിക്കൊണ്ടിരിക്കണമെന്നോ കേട്ടാ. ആരാ? ഓക്കെ കുഴപ്പമില്ല. ഫുട്ബോൾ സ്റ്റേഡിയത്തിലോട്ട് പോയിക്കോടാ. ഫുട്ബോൾ സ്റ്റേഡിയത്തിലോട്ട് ഞാൻ കൊണ്ടുവരാമേ എന്ന് പറഞ്ഞല്ലേ. ഓക്കെ ഫുട്ബോൾ സ്റ്റേഡിയത്തിലോട്ട് പോയിക്കോടാ. ഫുട്ബോൾ സ്റ്റേഡിയം പൊയ്ക്കോ. ഏജൻറ്റ് 3 ബസ്സടാ. അത് കൊള്ളാം. എന്തായാലും എൻ്റെ വണ്ടിയിൽ കയറടാ. ഞാൻ ഏതാ ഒരു വണ്ടിയിലാണ് നിൽക്കണം മുത്തേ. കാര്യം പറയാല്ല. ഏതെങ്കിലും വണ്ടി ആയിക്കോട്ടെ മുത്തേ. പൊയ്ക്കോ. വച്ച് പിടിച്ചോ.
ഓക്കെ, ഞാൻ സൈക്കോ ബസ്സിലാണ് നിൽക്കണം. സൈക്കോ എന്ന് പറഞ്ഞാൽ മറ്റേ ബസ്സിലാണെന്ന് തോന്നി നിൽക്കണം. ഇപ്പം ഇതാരാണ്? ഇതിപ്പോൾ എങ്ങോട്ട് പോണ? ബ്ലൂ എന്തേടാ ശ്രദ്ധിച്ചിടാ. ബ്ലൂ ബസ് അവിടെ ഉണ്ടല്ലോ. അവിടെ ബ്ലൂ ബസ് ഉണ്ടല്ലോ. ബ്ലൂ ബസ് കേരളെന്നാ. എടാ ഞാൻ ബ്ലൂ ബസ്സിലാണ് ഇരിക്കണം. നീ എന്തിനു പറയണ? പ്ലീസ് എടാ എന്നെ കൊണ്ട് പോയി. എടാ നീ എന്തിനു പറയണ? ഞാൻ കേരളം എന്നെ പറയണ്ടേ? നമ്മൾ കയറി കഴിഞ്ഞിട്ടാണ് പറയണ. എന്താ അത്? നീ കുഴപ്പമില്ല, ഇനി വാ. ഇനി തിരിച്ച് വരുമ്പോൾ നമുക്ക് ആ വണ്ടി കയറാം. എൻ്റെ വണ്ടി. എടാ ഞാൻ എന്നെ കൊണ്ട് പോയടാ. കുഴപ്പമില്ല. നമ്മളെ ഇതാരാണ് ഓടിക്കുന്നത് നോക്കിയോട്ടെ. അത് കാണാൻ പറ്റൂടാ. നിക് നെയിമിൻ്റെ സാധനമോ അതൊന്നും ശരിയോട്ടെ. അല്ല എല്ലാം സെറ്റാണ്. ഓ ബസ് യാത്ര കൊള്ളാം അല്ലേടാ മുത്തേ? ഉള്ള പറയാല്ലേ. എല്ലാവരും ഫുട്ബോൾ സ്റ്റേഡിയം വാ. എടാ എല്ലാവരും ഫുട്ബോൾ സ്റ്റേഡിയത്തിലോട്ട് വന്നാൽ മുത്തേ. ഞാൻ ഫുട്ബോൾ സ്റ്റേഡിയത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തൊരു സാധനം? റുബെക്സേ താങ്ക്സ്റാ മുത്തേ. നിനക്കൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയാം മുത്തേ? നിനക്ക് തരാൻ തോന്നിയല്ല, അതിന് തന്നെ ഒരു താങ്ക്സ്റാ മുത്തേ. നീ തന്നല്ല, അതിന് പിന്നെയും താങ്ക്സ്റാ മുത്തേ. റുബെക്സേ, എടാ റുബെക്സേ, നിങ്ങളെല്ലാവരും ഈ റൂമിലുള്ള എല്ലാവരും, അല്ല ലൈവ് കാണുന്ന റൂമിൽ കയറാൻ താല്പര്യമുള്ള എല്ലാവരും ഫുട്ബോൾ സ്റ്റേഡിയത്തിലോട്ട് വന്നു. നമ്മൾ ഫുട്ബോൾ സ്റ്റേഡിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ 2-3 ബസ് കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഏതായാലും ബസ്സിൽ കയറി. അരുണേ നീ വാ, നമുക്ക് ഇനി ഞാൻ ബസ്സിൽ കയറാം. നീ തിരിച്ച് വരുമ്പോൾ നിൻ്റെ ബസ്സിൽ കയറാം പോരെ. നമ്മളതിൻ്റെ ഇടയിൽ ഇത്രയും തിരക്കിനിടെ എല്ലാം ശ്രദ്ധിക്കാൻ പറ്റൂലടാ. അതാണ്. നിങ്ങളെന്തായാലും വാ കേട്ടാ. 2-3 ബസ്സൊക്കെ ആയിട്ട് പറഞ്ഞത് ഒരു ചന്തമാണ്. പക്ഷെ അത് ഒരുപാട് പേരുണ്ടെങ്കിലാണ് കൂടുതൽ അഴക്. എന്തായാലും ആ ഹോട്ട് ഡോഗ് എന്താ എഴുതി വെച്ചാൽ അത് പോലെ നോക്കാം. 10 ലൈക്ക് ആയില്ലേ? കൊള്ളാം. WChat 10 ലൈക്ക് ആയിട്ടുണ്ട് മുത്തേ. എല്ലാവരും ലൈക്ക് അടിക്കുന്നുണ്ട്. ലൈക്ക് അടി, സപ്പോർട്ടി 9 ബാച്ചിങ്. ഇതാരും ഏജൻറ്റ്. ഞാൻ പെട്ടെന്ന് ഏജൻറ്റ് ടീനേരാ ഒരു പെട്ടെന്ന് ഓർമ്മ കയറി ഒന്ന്. ഏജൻറ്റ് എന്ന് കണ്ടപ്പോൾ തന്നെ ഏജൻറ്റ് എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി ഏജൻറ്റ് ടീന ഓർമ്മ വന്നു. ഏജൻറ്റ് ടീന അറിഞ്ഞൂടെ? എൻ്റെ വിക്ര സിനിമയിൽ കമലഹാസൻ്റെ കൂട്ടുകാരി. ഇനി ആരെങ്കിലും കൂടെ വരാനുണ്ടായില്ലല്ലേ? കണ്ട പറഞ്ഞ അവരെല്ലാവരും വരും. അങ്ങനെ ഒരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട് ബ്രോ. മൈ ബസ്. എടാ ആരേ ബസ്സിലാണ് ഞാൻ നിൽക്കണം കേട്ടാ. ആരേ ബസ്സിലാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും നിങ്ങൾ വാ. ആദ്യം നമുക്ക് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ പോയിട്ട് 2 ഫോട്ടോ എടുക്കാം. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇവിടെ നോക്കാൻ നല്ല രസമുണ്ടല്ലേടാ. മുത്തേ 9 വാച്ചിങ് ആടാ. ഞാൻ അതിപ്പോൾ എങ്ങനെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് പ്രകടിപ്പിക്കണം. 9 വാച്ചിങ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് തന്നെ. 2 വർഷം ഒരു വർഷം ലൈവൊക്കെ ഇട്ട്, ഒരു വർഷം 8-10 മാസം ലൈവ് ഇട്ടിട്ട് 9 വാച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ താങ്ക്സ്ടാ. നിങ്ങൾക്ക് വന്ന് കാണാൻ ഒരു മനസ്സുണ്ടല്ലേ? നിങ്ങൾക്ക് കാണാൻ തോന്നിയില്ല ഈ ലൈവ്. അല്ലെങ്കിൽ ഇവൻ്റെ ലൈവ് ഒന്നും കാണണ്ടല്ലോ ഒട്ട. എടാ ആര് വണ്ടി പോകണം? വണ്ടി നീ കയറാ, ബസ്സിൽ കയറ്. അല്ലെങ്കിൽ ഇവൻ്റെ ലൈവ് ഒന്നും കാണണ്ട. വെച്ചിട്ട് എനിക്ക് എൻ്റെ പാട്ടിൽ വേറെ വല്ല പരിപാടിയെ പോയി നോക്കാം. അതൊന്നും തോന്നാൻ നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കണുണ്ടല്ലോ കുറച്ച് പേരെങ്കിലും ഒക്കെ. ബിഗ് താങ്ക് യു എവരിവൺ. താങ്ക് യു. എടാ കണ്ട നമ്മൾ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. ആരോടൊക്കെയാണ്? റൊണാൾഡോ. റൊണാൾഡോ പാർക്കി. ഇത് കാണുമ്പോൾ തന്നെ ഇത് സന്തോഷം. നമ്മളെ പയ്യന്മാരെല്ലാം വന്ന് അവിടെ നിൽപ്പുണ്ട്. അവർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാണ്. ഒരിതാണ് മുത്തേ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കാര്യം പറയാതെ. ഇതാര് വണ്ടി കാണാനിടയിൽ? അതെനിക്ക് അറിഞ്ഞൂടാ മുത്തേ. അവന് ബസ്സിൽ കയറാൻ പറ്റി കാണില്ല ചിലപ്പോൾ. അതാണ്. ഓഹോ
ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എവിടെ അയ്യോ ഇപ്പോൾ മറ്റേ സാധനത്തിൽ കയറി പിടിച്ചിരുന്നെങ്കിൽ റോഡ് ഞാൻ ചിന്നത്തിൽ കയറി ഞൊക്കിയിരുന്നു. തൊട്ടിരുന്ന സീനാണ്. എന്നെ കാര്യം പറയാല്ലേ. ടീം കളിക്കാനാ എൻ്റെ പൊന്നെ. എന്തായാലും നോക്കാം. ചാറ്റ് ഇങ്ങനെ ഗ്യാങ് ആയിട്ട് പോണ എന്നൊരു എന്ത് പറയട്ടെ മുത്തേ, ഡബിള് തന്നെ ഉള്ള പറയാലോ. കാർലോസ് പറഞ്ഞുണ്ട്. എടാ കാർലോസ് ഞാൻ ഓക്കെ. എടാ എല്ലാവരും പറഞ്ഞുണ്ട് ആദ്യം നമുക്ക് ഇറങ്ങാം. എടാ ഇതെന്ത് സംഭവം 40 സെക്കൻഡ് ആയി വെച്ചേക്കണ്. എടാ സ്പീഡിൽ ഓടാം. എടാ പന്തെനിക്ക് വേണം. പന്ത് ഞാൻ തരൂല. ഓക്കെ എല്ലാവരും വന്നിട്ടുണ്ട് മുത്തേ, കാര്യം പറയാല്ലേ. ചാറ്റെ ഫുട്ബോൾ ഗ്രൗണ്ട് ചാറ്റെ. എടാ ഹലോ, പറഞ്ഞോ 12 വ്യൂസ്. 12 വ്യൂസ് ഡബിൾ. ഫുട്ബോൾ കളിക്കാം. എത്ര പേരുണ്ട് ഇവിടെ മൊത്തം? ഇവിടെ റൂമിൽ വരാത്തവരുണ്ട് കേട്ടോ. റൂമിൽ വരാത്തവർ ഇനി ഉണ്ടെന്ന് തോന്നണം, അറിഞ്ഞൂടാ. ടീം 1 2 3 4 5 6 വരുമ്പോൾ 3 വെച്ചല്ലേ ഫുട്ബോൾ കളിക്കാം. ടീം പിരിയാട്ടാ. ഹലോ എടാ പറഞ്ഞോണേ. ടീം പിരിക്ക്. ടീം ബി അങ്ങനെ വിളി. എൻ്റെ ബസ് എങ്ങനെ? എടാ നിൻ്റെ ബസ് മറ്റേ നീലയില്ല, ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കണ്ടായിരുന്നു. കൊള്ളായിരുന്നു. ടീം ബി ആരടാ? അങ്ങനെ ടീം പിരി. ആദ്യം പന്തെടുത്ത് ടീം എ ക്യാപ്റ്റൻ ഐ ആം. ഞാൻ പന്ത് കളിച്ചുകൊണ്ടിരിക്കണം. അവന്മാർ അവിടെ പിരിക്കട്ടെ. എവിടെ എൻ്റെ പന്ത്? എവിടെ? ഇതാര് ഗോളിക്കണം? നവാബ് ഗോളി. അത് കൊള്ളാം. എവിടെ എൻ്റെ പന്ത്? എവിടെ? ഈ സാധനം കൊള്ളാം അല്ലേ മുത്തേ, കാര്യം പറയാം. പന്ത് കാണാമല്ലേ മുത്തേ, ഉള്ള പറയാം. എൻ്റെ ബസ് എൻ്റെ അത് വേറെ ചാറ്റ്, മുമ്പത്തെ ചാറ്റ്. ഹെഡ്ഫോസ് എൻ്റെ ടീം. പന്ത് കിട്ടി. വാടാ നമുക്ക് ടീം പിരിക്കണ്ടേ? മുത്തേ ഫുട്ബോൾ മാച്ച് കളിക്കാൻ പറ്റിയ ഡബിൾ ആയിരിക്കും. പക്ഷേ ഫുട്ബോൾ മാച്ച് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ചാൽ ടീം പിരിക്കുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ മാച്ച് കളിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് ഉള്ള പറയാലോ മുത്തേ. അപ്പോൾ ടീം പിരിക്കുക. നമ്മക്കേ എന്തായാലും എല്ലാവരും ഇമോജി ഇട്ടുകൊണ്ടിരിക്കണം. എന്താടാ കാണിക്കണം? എടാ അതായത് വാടാ ഇങ്ങോട്ട് വാ എല്ലാവരും ടീം പിരിക്കാം. ഫുട്ബോൾ കളിക്കാൻ നേരത്തിൽ ഒട്ടത്തരം നടക്കണ്ട. ഇഗ്നോർ സെയിലിംഗ് ഹൈഡ്. അത് തന്നെ ഫോട്ടോ എടുക്കട്ടെ. ടീം പിരിക്കും. ടീം ഫുട്ബോൾ കളിക്കാനല്ലേടാ ഞാൻ പറഞ്ഞില്ല. ഫുട്ബോൾ കളിക്കാൻ ചിലപ്പോൾ നടക്കാൻ ചാൻസ് കുറവാണ്. ഫുട്ബോൾ മാച്ച് വേണ്ടേ?
എനിക്ക് ഗ്ലിച്ചാണ്. എങ്കിൽ വേണ്ട അത് തന്നെയാണ് പറഞ്ഞത്. ചിലപ്പോൾ നടക്കാൻ ചാൻസ് കുറവാണ് എനിക്ക് തോന്നി. എങ്കിൽ കുഴപ്പമില്ല, എങ്കിൽ വേണ്ട. എല്ലാവരും വാ. ഫുട്ബോൾ നിലത്ത് നിൽക്കുന്നുണ്ടാ. ചെറിയ ഇതുണ്ടാ ഫുട്ബോളത്തിൽ ഒട്ടതരം പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണം. ബ്ലൂറേ എന്തോന്ന് ബ്ലൂറേ എന്തിനു സംഭവം? ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല, കുഴപ്പമില്ല റാമത്തെ ബ്രോ. എൻ്റെ ബസ്സിൽ കയറ്. ഓക്കെ, അത് വരട്ടെ, അവരിഷ്ടമല്ലേ, അവരോട് വരട്ടെ. എല്ലാവരും വാ 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 വാ. ആ റോട്ടിൻ്റെ അതിലാൻ അറിയാതെ ആരെങ്കിലും ഞെക്കിയിട്ടുണ്ടെങ്കിൽ വലിച്ച്, കാരണം സ്വന്തം കാറിൻ്റെ അടുത്ത് പോകും. അത് അങ്ങാണ്ടല്ലേ കിടക്കണം. എന്നിട്ട് ബസ്സൊന്നും കാണാൻ. ബസ് എവിടെ? ഓ, ബസ് അപ്പുറത്താണ് മുത്തേ, അത് കുഴപ്പമില്ല. എന്തായാലും അങ്ങോട്ട് പോവാം. അതുവഴി DT ബ്രോ വണ്ടി കൊള്ളാം. അവിടെ വണ്ടിയൊക്കെ കൊള്ളാം നന്നായിട്ടുണ്ട്. കേലപ്പൂവിൻ്റെ കേലപ്പൂവിൻ്റെ വണ്ടി കയറണമെന്നാണ് കേലപ്പൂ പറയണം. അപ്പം നിങ്ങളെല്ലാവരും വാ. അത് നിങ്ങളെന്തായാലും വന്നോ ചാറ്റേ. ഇതാരാ പോണത്? എന്തിനാടാ അത്? നീ എങ്ങനെ പോയത്? അത് എനിക്ക് പോകാൻ പറ്റൂ? എൻ്റെ ഇമോജി കുറവാണെന്ന് തോന്നുന്നു കേട്ടാ. ഞാൻ തന്ന ജീവാഗൻ കൊള്ളാമോ? ഇഷ്ടപ്പെട്ട ബ്രോയ്ക്ക് വേണ്ടി പണിഞ്ഞാടാ. എനിക്ക് ഇഷ്ടപ്പെട്ടാ. നിങ്ങളെല്ലാം പണിഞ്ഞു തരണം. നിങ്ങൾ വണ്ടി കയറണം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൽ പിന്നെ എന്തിനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എടാ ആരാ പോണത് ബ്രോ? പ്ലീസ് എടാ അവന്മാർ വണ്ടി കയറില്ല എന്നെ പറയല്ലേ. കയറണ ഞാൻ എന്തായാലും വരാം. ആറാ എനിക്ക് കിക്ക് കളഞ്ഞ അതിനിടയിൽ. ഡേയ് കിക്ക് വരെ ചെയ്യാറായ എന്തിനാ കാണിക്കണോടാ? നോക്കട്ടെ എന്തായാലും നോക്കാം. ഇതാര് ഓട്ടിക്കണത്? ഒരു ഫോട്ടോ എടുക്കാം. എടാ ലോട്ട എടാ നിൽക്കി. ആ കുഴപ്പമില്ല, സോറി മനസ്സിലായി, കുഴപ്പമില്ല. എടാ നിൽക്കി, എല്ലാവരും കയറട്ടെ. Thank you bro for the new car. Thank you bro. ആരാണ് തന്നത്? ഓക്കെ. Thank you for the new car bro. ഇന്നലെ വരെ ഡിസൈൻ ആയിരുന്നു. ഇന്നലെ ഞാൻ കിക്ക് ആക്കിയല്ല ബ്രോ, അറിയാതെ ലോക്ക് ആക്കിയായിരുന്നു. കുഴപ്പമില്ല. സിറ്റി ടു ഹൗസ് പോയാലോ? ന്യൂ മാപ്പ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ അടുത്തോ നല്ല എങ്ങാട്ടേലും പോ. എടാ നിങ്ങൾ എങ്ങാട്ടേലും കൊണ്ടുപോയിക്കും. ഞാൻ ഇനി കൊണ്ടുപോകുമ്പോഴാണ് അത് കുഴപ്പമില്ല. അങ്ങനെയല്ല ഞാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ വരും. ഏതായാലും നിങ്ങൾക്കൊരു ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ അങ്ങോട്ട് പോയിക്കോ. നല്ല എങ്ങാട്ടേലും പോയിക്കോ. നൈഫ് ഓടിച്ച് അശ്വിന് ഗീവ് യു. താങ്ക് യു ബ്രോ ഫോർ 5 lakh rupee അശ്വിൻ ബ്രോ. 5 lakh rupee ബ്രോ. 80 lakh ബ്രോ. 80 lakh. 10 views ചാറ്റ്. എടാ എന്നെ വണ്ടി കയറ്റി അവരെല്ലാം ഇറങ്ങി പോയടാ. നൈറ്റ് മെയർ വേണോ? നീ ഒരുപാട് വണ്ടി കണ്ടില്ലേടാ. നൈറ്റ് മെയറാ. പറപ്പിച്ച് വിട്ടോ. വണ്ടി ഓടിക്ക്. ഓട്ടിച്ചോ. 20 lakh മുകളിലാക്കി തരാടാ. ഒന്നും വേണമെന്നില്ലടാ. അതൊന്നും കുഴപ്പമില്ല. ഒന്നും വേണമെന്നില്ല. നിങ്ങൾ തരാൻ തന്നെ നിങ്ങൾ ഇത്രയും തരണം തന്നെ നല്ല എന്തിനാണ് പറയണം, സന്തോഷമുള്ള കാര്യം. അപ്പോൾ അത് നിങ്ങളങ്ങനെ
എനിക്ക് ഇഷ്ടമുണ്ടെ തന്നു, അത്രേ ഉള്ളൂ. 1 hour 45 minute ആയില്ലേ തുടങ്ങിയിട്ട്. ഇത്ര ആയുള്ളല്ലേ. എടാ ഞാൻ അല്ല വണ്ടി ഓടിക്കണം. ഇപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എത്ര 9 എത്ര 9 ഒറ്റ 10 100 1000 10000 ഇത് അടുത്ത പൈസ. ഒറ്റ 10 100 1000 ഒറ്റ 10 100 1000 3 lakh റുപ്പി. പിന്നെ എത്ര റുപ്പി മുത്തേ ഇപ്പം നോക്കുകയാണെങ്കിൽ 22 lakh ആയിട്ടുണ്ടേ. 22 lakh ആയിട്ടുണ്ടേ. താങ്ക്സ്. THAN നീ ഏത് ബസ്സിലാണ്? ബ്ലൂ ബസ്. ഞാൻ എടാ ബ്ലൂ ബസ്. കൂടെ വന്നോ? ഞാനല്ല ഓടിക്കുന്ന, കൂടെ വന്നോ. എടാ എല്ലാവരും എൻ്റെ കൂടെ വന്നോ. ഞാനല്ല ഓടിക്കുന്ന, ബ്ലൂ ബസ്സിലാണ് ഞാൻ കയറിയത്. ഏതൊരു ബ്ലൂ ബസ്സിലാണ്. എൻ്റെ കൂടെ നിങ്ങളെല്ലാം വന്നോ. സൈലോൺ ആൻഡ് സെൻഡ് യു യോ ബ്രോ അനദർ 5 lakh റുപ്പി ബ്രോ. താങ്ക് യു സൈലോൺ ബ്രോ. എടാ വൂൾഫ് ആൻഡ് സെൻഡ് യു. എടാ വൂൾഫേ താങ്ക് യു ബ്രോ. താങ്ക് യു. എടാ താങ്ക്സ്. ഞാൻ കോപ്പി ചെയ്തു. അതായിരിക്കും നല്ല. താങ്ക്സ്. റെഡ്ഫോക്സ് ഹൗസ് വാമിങ് ഇല്ലേ? നമ്മൾ ഹൗസ് വാങ്ങിച്ചല്ലേ പറഞ്ഞാൽ, നമ്മൾ ഹൗസ് വാങ്ങിച്ച അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. പറപ്പിച്ച് വിട് പാപ്പ. എന്തായാലും നോക്കാം. വിട്ടോ എടാ നല്ല ഫോട്ടോ എടുക്കാൻ ഉള്ള ഇടത്തോടെ നിങ്ങൾ വിട്ടോ. അത്ര ഞാൻ പറഞ്ഞോളൂ. മനസ്സിലായില്ലേ? ഇപ്പം എത്ര രൂപയായി മുത്തേ? 29,100,000 29,100,000 രൂപയായിട്ടുണ്ടാ മുത്തേ. ഉള്ള പറയാല്ല. W or what? അത് കൊള്ളാം കേട്ടാ. എങ്ങോട്ട് പോണടാ? എടുത്ത് ആര് ഓട്ടിക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ആര് ഓട്ടിക്കണ? അപ്പുവാണാ? വേണ്ട, കുഴപ്പമില്ല മതിയടാ. ബ്രോ ലൈവ് ഇടുന്നുണ്ടോ? എടാ ലൈവാണടാ. ലൈവ് ഇടുന്നുണ്ടോ? ലൈവാണ്. വൂൾഫല്ലേ വെച്ചാ? എടാ ആരാണ് ഓടിക്കുന്നത് വെച്ചാൽ എനിക്ക് ഒരു ഇത് ഐഡിയ ഇല്ല. അപ്പുവാണെന്ന് തോന്നണ്. എന്തായാലും നിങ്ങൾ കൂടെ വാ. ഞാൻ അല്ല ഓടിക്കണം. ഞാൻ ബസ്സിൽ കയറി ഇരിക്കുവാണ്. ഇതേ സ്ഥലം പുതിയ സ്ഥലമാണ്. എന്തായാലും ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു നല്ല പ്ലേസിലോട്ടാണ് അവൻ കൊണ്ടുപോകണമെന്നാണ് വിശ്വസിക്കണം. ഇറങ്ങാൻ പറയാല്ല ആരാണ് ഓടിക്കണം. ഈ ഹൈഡ് നിൽക്കുന്നൊരു സാധനമാണ് കിട്ടുന്നത്. അത് വേണ്ട. അതാണ് പേര് അറിഞ്ഞുകൂടാത്ത. ബ്രോ ഐ ആം നോട്ട് ഹാപ്പി. എടാ എന്ത് പറയട്ടെന്നാണ് മുത്തേ. ദേവ എങ്ങാട്ട് കൊണ്ടുപോണ? ലിമിറ്റ് ഫിനിഷ് പോയി. അതൊക്കെ മതിയടാ. അത് വരണ്ടില്ല. അതൊക്കെ മതി. ഓക്കെ എല്ലാവരും വന്നോ. നമ്മൾ സിറ്റിയിലുള്ള, ഇതുവരെ ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടില്ല, സിറ്റിയിലുള്ള ഈ ഒരു ബീച്ചിലാണ് നിൽക്കണം. ബീച്ചല്ലേ? ബീച്ചാണെന്നാണ്. അപ്പോൾ എല്ലാവരും വന്നോ, ഫോട്ടോ എടുക്കാം. എടാ ഇങ്ങോട്ട് വന്ന് നന്നാടാ. ഈ സ്ഥലം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. വന്ന് നന്നായി. ഇപ്പം 2 ഈ സ്ഥലം ഇല്ലെന്നാണ് തോന്നണം. എടാ ഞാൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങുവാണ്. നിങ്ങളെല്ലാം വന്നു തുടങ്ങിക്കോ. എന്താ വൈബ്, ഡബിളി വൈബ്. 4 വ്യൂസ് കുറഞ്ഞാടാ. എന്തായാലും നോക്കാം. അവർക്കിപ്പോൾ അവരെ വണ്ടി എടുത്ത് തുടങ്ങണമല്ലേ? എൻ്റെ വണ്ടി ഞാൻ എടുത്തില്ല. അത് കുഴപ്പമില്ല. അത് മനസ്സിലായത്. നിങ്ങളെ വണ്ടി ഉണ്ടല്ലോ, ഞാനിലേക്ക് ഇറങ്ങിക്കോളാം. എൻ്റെ വണ്ടി എടുത്തോളാം. ഇനി ഇടിക്കോ? അത് അല്ല കുഴപ്പമില്ല. വേണേൽ പിന്നെ എടുക്കാം. എന്തായാലും ഫോട്ടോ എടുക്കാം. അതാദ്യം ഇമ്പോർട്ടൻറ്റ്.
ഗ്രാഫിക്സ് ഗ്രാഫിക്സിൻ്റെ ലോട്ടാണ്. ഗ്രാഫിക്സ് ആ ചേഞ്ച് ആക്കി തന്നെ ഡബിൾ 8 മണിക്ക് ലൈവ് വരൂ പറയത്തില്ലടാ, ചിലപ്പം വരും. കൂട്ടാനെ ഹൗസ് വാമിങ് എപ്പോഴും അങ്ങനെ ചോദിക്കുന്നുണ്ട് മുത്തേ, അതൊക്കെ ഉടനെ ഉണ്ടാവും കേട്ടാ. ഹൗസ് 2 വാങ്ങണ്ടേ? വേണം മുത്തേ, കാര്യം പറയല്ല, അത് വേണം. ഇത് എവിടെ മാപ്പ് കാണിക്ക്? മാപ്പ് കണ്ട ഈ സ്ഥലം എനിക്കും അങ്ങനെ പരിചയമില്ല. കണ്ട ഇവിടെ ആയിട്ടാണ് ഈ ഒരു ഇതിൽ കണ്ട മാപ്പ് കണ്ടല്ല. വൂൾഫ് ആൻഡ് സെൻഡ് യുവർ കാർ മുത്തേ. താങ്ക് യുടാ വൂൾഫേ, താങ്ക്സ് ടാ വൂൾഫേ. $5 lakh കിട്ടിയ ബ്രോയ്ക്ക് വീട് പണിയാണോ? എന്തൊരു വീട് പണി എന്ന് വെച്ചാൽ ഒരു പുതിയ വീട് വാങ്ങിച്ചാൽ നമ്മളതിലോട്ട് എല്ലാവരും ആ സമയത്ത് എല്ലാവരും ഇല്ലായിരുന്നല്ലേ. അപ്പം നമുക്ക് ഹൗസ് നോക്കാം. 1000 കോയിൻ കിട്ടും. എന്താടാ എവരി വൺ ബീച്ച് ചെയ്ത് കമ്മ് ഒന്ന് താങ്ക്സ് വൂൾഫേ, നൗ ഐ ആം ഹാപ്പി. ഇവിടെ എന്തൊരു സാധനം? കേലപ്പു 5000 രൂപ അയച്ചേക്കണം. ഇവിടെ എന്താടാ നടക്കണം ഇവിടെ? അതെ, നീ വേൾഡ് സെയിലിൽ ഇട്ടോ, 1000 കോയിൻ ഇട്ടു. ഓടാ അപ്പം നിറങ്ങി പോകണ്ട ലോട്ട. ഞാൻ നിറങ്ങി പോകണം. നീ നിറങ്ങി പോകണത് എന്ത്? ഇല്ല കിട്ടിയോ ബ്രോ? പറഞ്ഞോ. നീ എന്നെ ഫോളോ ചെയ്യും ഇൻസ്റ്റയിലൊന്ന്. എടാ എൻ്റെ ഇൻസ്റ്റയിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ ഫോളോ ചെയ്യണുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യണ്ട, അത് സത്യമായിട്ട് കാര്യം പറയാമല്ല. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണുണ്ടോ സുധി? എൻ്റെ ഇൻസ്റ്റ എനിക്ക് അറിയാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നോക്കി അറിയാം കേട്ടോ. എടാ ലൈവ് നിർത്തുവാണ്. എല്ലാവർക്കും താങ്ക് യു വന്നതിന്. താങ്ക്സ്, ബൈ. ഓക്കെ ബ്രോ, ഗീവ് അവേ നടത്തുന്നു. എടാ കാര്യം പറയല്ലേ, ഗീവ് അവേ എന്തായാലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് ഉറപ്പാണ് മുത്തേ. കാര്യം പറയാമല്ലേ, ഞാൻ എന്തായാലും ഗീവ് അവേ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യാൻ പോകണില്ല, അത് പക്ക. ഉറപ്പിച്ചോ, ഗീവ് അവേ എനിക്ക് ശരിയാവും തോന്നല്ലേ മുത്തേ. അപ്പോൾ ബൈ. ഇതുവരെ ലൈവ് കണ്ട എല്ലാവർക്കും താങ്ക് യു. ബൈ. ഓ, ഞാൻ കാർലോസിനാണല്ലേ ആ ടൈപ്പ് ചെയ്തിട്ട് കൊടുത്താ. അത് കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ബൈ. നിങ്ങളുടെ ബ്രോ 5 lakh കിട്ടിയോടാ? എനിക്ക് എന്തൊക്കെ കിട്ടിയടാ? ഇതേത് കാറ് മുത്തേ? സാധനം കൊള്ളാം കേട്ടാ. തീയടാ എടാ, ഇത് ആരൊക്കെ എന്തൊക്കെ എടാ. എനിക്ക് ഇന്ന് കിട്ടിയ കാർ നോക്കിയോട്ടെ പ്ലീസ്. അപ്പം നാളെ കാണാം. ഓക്കെ കാർ നോക്കിയിട്ട് ഇപ്പം കിട്ടി. എൻ്റെ പൊന്നെ, ഇത് തീ സാധനോടാ. തീപ്പൂരി എന്ന് വെച്ചാൽ മുത്തേ ഉള്ള പറയാൻ. എടാ ഇപ്പം മൊത്തം 31 കാറാ. എടാ 31 കാറാ എനിക്ക്. 31 കാറ്. എനിക്ക് കാർ ഏതൊക്കെ കിട്ടിയെന്ന് പോലും എനിക്ക് അറിഞ്ഞു കേട്ടോ, ഉള്ള പറയാൻ. ഇതെനിക്കിപ്പം മറ്റേ അത് തന്നെയാണ് കേട്ടോ. ആരൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ നോക്കിക്കോട്ടെ ചേട്ടാ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സാധനം തീയാൻ പച്ചേരാ സാധനം കണ്ട ഉളപ്പൻ. ഇത് കൊള്ളാം. ഓ, ഇതെൻ്റെ പൊന്നോ, ഇതൊക്കെ എന്തൊരു സംഭവമാണ് നിങ്ങളൊക്കെ ചെയ്ത് ഇട്ടേക്കണേ. വേറെ ഏതൊക്കെ എനിക്ക് കിട്ടിയടാ? കിട്ടി ചേട്ടാ, ഉള്ള പറയാൽ. ഇതാ എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പം ഈ ലൈവിൽ കുറേ കാർ എനിക്ക് കിട്ടി.
ഓ ഇത് നമ്മളെ നേരത്തെ ഫസ്റ്റ് വന്നപ്പോൾ തന്ന എടാ ഇത് കണ്ട ഇത് എനിക്ക് വേണേൽ വേൾഡ് സെയിലിന് ഇടാം, അത്രയും വെച്ചിട്ടുണ്ട് എൻ്റെ അകത്ത്. ഓക്കെ ഓക്കെ എടാ എല്ലാവരുടെ അടുത്തും ബൈ ഇടാ ചാറ്റേ. നിങ്ങൾ തന്ന കാറിനും നിങ്ങൾ തന്ന സപ്പോർട്ടിനും നിങ്ങൾ റൂമിൽ വന്നതിനും നമുക്ക് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് തന്നതിനും ലൈവ് കണ്ടതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി മുത്തേ. അപ്പം ലൈവ് എന്തായാലും എൻഡ് ചെയ്യുവാണ്. അപ്പം ബൈ, ഇനി പിന്നെ കാണാം. കൊള്ളാമോ കൊള്ളാം. നാളെ വർക്ക് ഉണ്ടോ മനസ്സിലായില്ലടാ. വേൾഡ് സെയിൽ ഇടണേ എടാ. ഓക്കെ വേൾഡ് സെയിൽ സെറ്റാക്കാം. അപ്പോൾ ഓക്കെ ചാറ്റേ ബൈ. 29 ലക്ഷം രൂപ. താങ്ക് യു മുത്തേ. ലൈവ് കണ്ട എല്ലാവർക്കും താങ്ക് യു. ഞാൻ നേരത്തെ ആൾ ചാറ്റ് പോയാണ് ബൈ എന്ന് ടൈപ്പ് ഇടാൻ വന്നത്, പക്ഷെ മാറിപ്പോയി കാർലോസിനായി ഇട്ട് പോയത്. എന്തായാലും കുഴപ്പമില്ല. നിങ്ങളുടെ ആരെങ്കിലും പറയാൻ പറ്റില്ലേ? ഓക്കെ സോറിടാ. അപ്പോൾ നമ്മൾ എന്തായാലും ലൈവ് എൻഡ് ചെയ്യുമ്പോൾ ബൈ.